Hello, good evening. Hello, good evening. Where is Sarathile? ശ്രീ സാർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, എവിടെയും പോയിട്ടില്ല. Sharaya. Sharaya. യെസ് 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 ഷാർ ആവണല്ലോ. Good evening, sir. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. Good evening, sir. ഗുഡ് ഈവനിങ് താഹിർ. സുഖല്ലേ എല്ലാവർക്കും? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പൊ എങ്ങനെയാ ഇന്നലത്തെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങല്ലേ എന്നാ? റുഹൈന, തുടങ്ങാം. ആരാ സംസാരിക്കുന്നേ? യെസ് 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 യെസ്. പുതിയൊരാളാകിയാലോ? പുതിയൊരാളെ കൊണ്ട് പറയിപ്പിച്ചാലോ നമുക്ക്? ആരെ കൊണ്ട് പറയിപ്പിക്കുന്നു? ഇന്നലെ വന്ന ആൾക്കാർ ആരോച പറഞ്ഞു, നീ സെലക്ട് ചെയ്തോ, പറഞ്ഞു. അർഷാദ് സാറെ കൊണ്ട് പറയിപ്പിച്ചു. നേരാ? അർഷാദ് സാർ. അർഷാദോ? ഫോൺ. അർഷാദ് ഇന്നലെ ഓക്കെ ഓക്കെ സെറ്റ് ഓഫ് ടെക്. യെസ്. അർഷാദ് ലൈനിലുണ്ടോ? ഫുഡ് കഴിക്കണമെന്ന് മെസ്സേജ്. ഓക്കെ 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 യെസ്. ആരെങ്കിലും ഒരാള് പറയും, പറഞ്ഞ ഇവിടെ മൂന്നായി. വേറെ യെസ്. എന്താണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്? പറയും, ആരെയൊക്കെ പറയും. തുടങ്ങി. നിങ്ങൾ ഈ ലൈക്ക് ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു വേണ്ട. ക്യാമറ ഓൺ ആവാത്തോടെ നമുക്ക് എന്നും വിളിക്കണ്ട. ഐ ആം 22. എന്താണ് എന്തെന്നും വിളിക്കണ്ട. ഐ ആം 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സാണ് ഉദ്ദേശിച്ചത്. ബിസിനസ്സുകാർക്ക് എന്ത് വയസ്സ്? വയസ്സിലൊന്നും കാര്യമില്ലപ്പാ. ശരി, ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടാം. അതൊക്കെ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ വന്ന് സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കൊന്നും വേണ്ട. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടണം. ഇന്നലെ പറഞ്ഞില്ലേ, നെറ്റ്വർക്കിംഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടുകൾ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ശരി, അപ്പൊ എന്നാ വീഡിയോ ഓൺ ആവട്ടെ. കമോൺ എല്ലാവരും, മാക്സിമം എല്ലാവരുടെയും വീഡിയോ ഓൺ ആവട്ടെ. യെസ്. അപ്പൊ എങ്ങനെ മുന്നീൻകുട്ടി ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞോളൂ. എന്നാ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. Good evening, sir. Good evening. Good evening. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പറയൂ. ഇന്നലെ നമ്മള് മൊത്തത്തില് പൊതുവെ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെയൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഷോർട്ടായിട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചതൊക്കെ. അതില് മെയിനായിട്ട് പറഞ്ഞത് നമ്മള് ഏത് രൂപത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക, കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിലൊരു 4 രൂപം പറയണ്ടായി. ഒരു 4 രൂപത്തിൽ 4 പ്രോസ്പെക്ട് ചെയ്യുന്ന 4 രൂപമെങ്കിലും നമ്മൾ ഉണ്ടാവണം. മിനിമം 4 രൂപമെങ്കിലും ഉണ്ടാവണം. ഒരു ടേബിളിന്റെ കാലിന് 4 കാലാണല്ലോ. അപ്പൊ ഒരു കാല് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ചെരിവുണ്ടാകും. അപ്പോ പ്രോസ്പെക്റ്റിന്റെ രൂപങ്ങളിൽ മിനിമം ഒരു 4 എണ്ണമെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് ഇന്നലെ മെയിനായിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെ ആ 4 രൂപത്തിൽ കുറവാണ് എങ്കിൽ അത് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. അത് വിജയിക്കാൻ, ആ ഒരു ബിസിനസിന്റെ രൂപം പ്രോസ്പെക്റ്റിംഗ് വിജയിക്കാൻ പ്രയാസമായിരിക്കും. ചോദ്യത്തിലൂടെ എന്നുള്ളൊരു പ്രത്യേക പോയിന്റ് സാർ ഇന്നലെ പറയാനായി. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മുടെ ഒരു കീഴിലായിട്ട് വരിക, നമുക്കൊരു കീഴ്പ്പെട്ടുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നലെ എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഇതല്ലാത്ത പോയിന്റുകൾ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയും. എനിബഡി?
ഇതല്ലാത്ത പോയിന്റുകൾ ആർക്കെങ്കിലും ഇന്നലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുന്നത് സോഷ്യൽ നല്ലതായിരിക്കും. കാരണം മീഡിയയില് ഉം, ഇൻസ്റ്റഗ്രാമിനെ പറ്റിയിട്ട് സാറ് പറഞ്ഞു. പോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഇൻസ്റ്റാഗ്രാമിനെ പറ്റിയിട്ട് പറഞ്ഞു. 4:3:1 എന്നുള്ള മെത്തേഡ് പറഞ്ഞു. ഉം. പിന്നെ FBയിലാണെങ്കിൽ മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്യുക. ഉം. പിന്നെ കണ്ടിന്യൂസ് സ്റ്റോർ ചെയ്ത എക്സ്ക്യൂസ് മീ സാർ, സാർ ഇന്നലെ പേഴ്സണൽ ബ്രാൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇൻസ്റ്റയിലാണെങ്കിലും ഇതിലാണെങ്കിലും കണ്ടിന്യൂസ് CRD അത് ഒരു മിനിറ്റ്. യെസ്, വിജി പറയും. ഓക്കെ, സാർ ഇന്നലെ ഒരു പേഴ്സണൽ ബ്രാൻഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേഴ്സണൽ ബ്രാൻഡ് വഴി നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ പേഴ്സണൽ പിന്നെ ബ്രാൻഡ് എന്ന് ഉദ്ദേശിച്ചത് നമ്മള് വീഡിയോയിൽ ഇങ്ങനെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണോ സാർ ഉദ്ദേശിച്ചത്, അതോ പുതിയ ബ്രാൻഡ് ഇറക്കുന്നതിനെ പറ്റിയാണ്? ഇന്നിപ്പോ അതിനെപ്പറ്റി ഒരു ഡൗട്ട് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തന്നെ ബ്രാൻഡ് ആവുന്നതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. കമ്പനിയുടെ സിഇഒ അല്ലെങ്കിൽ ഒരു കീ പേഴ്സൺ ബ്രാൻഡ് ആയിട്ട് അദ്ദേഹം ഓരോ പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. ഓക്കെ സാർ. അപ്പോ ഉദാഹരണമാണ് ഞാൻ ബോബി ചെമ്മണ്ണൂരിനെ പറഞ്ഞത്. ബോബി ചെമ്മണ്ണൂരിന്റെ എത്ര കമ്പനികളുടെ പേര് നമുക്കറിയും? വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ആകെ ചെമ്മണ്ണൂർ ജ്വല്ലറി മാത്രമേ നമുക്ക് അത്ര പരിചയമുള്ള പേരുള്ളൂ. പക്ഷെ ഡെഫിനറ്റ്ലി അദ്ദേഹം തുടങ്ങുന്ന എല്ലാ കമ്പനികളും വിജയമാണ്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ പേര് ബോബി ചെമ്മണ്ണൂരിന്റെ കമ്പനിയാണ്, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിയാണെന്നുള്ള പറയുമ്പോൾ ആ പേര് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? യെസ്, അതെ, അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. അതിന് ഭയങ്കര വാല്യൂ ആണ്. ആളുകൾക്ക് നമ്മളെ ഇമോഷണലി ഇഷ്ടമാണ്. ഈ സെയിൽസ് എന്ന് പറയുന്നത്, നമുക്കിന്ന് സംസാരിച്ചു തുടങ്ങാം പോലെ, ഈ സെയിൽസ് എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഇമോഷണൽ ആണ്. അതായത് ഒരു കസ്റ്റമർ, നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് എന്തറിയോ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിജിയുടെ തുണിത്തരങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് കോട്ടൺ ആണ്, ഇത് ഇത്ര ഡ്യൂറേഷൻ കിട്ടും, ഇങ്ങനെ അലക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ്, പുതിയ ട്രെൻഡാണ്, ഫാഷനാണ് എന്നൊക്കെ പറയും. പക്ഷെ അൾട്ടിമേറ്റ്ലി ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അവർ ഫീച്ചർ നോക്കിയിട്ടല്ല എന്നുള്ളതാണ് സത്യം. ഫീച്ചർ നോക്കിയിട്ട് അതൊരു താല്പര്യമാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അവർക്ക് ഇമോഷണലി കണക്റ്റഡ് ആവുന്ന സമയത്താണ് അവർ ഡിസിഷൻ എടുക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇമോഷണലി അല്ല എടുക്കുന്നത് എന്നൊരു പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ കമ്പനി പ്രൊഡക്റ്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കും, കമ്പനിയെ കുറിച്ചൊക്കെ സംസാരിക്കും. പല ആളുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഗ്രൂപ്പിൽ കൂടുതലുള്ള ആളുകളായിട്ട് പറയുകയാണ്, MLM ചെയ്യുന്ന ആൾക്കാർ അവരവരെ പ്രൊഡക്റ്റിനെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ഭയങ്കര വാതോരാതെ സംസാരിക്കും. അവരെത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള. പക്ഷെ അവർ അൾട്ടിമേറ്റ്ലി കസ്റ്റമർക്ക് ഇഷ്ടം അത് പ്രൊമോട്ട് ചെയ്യുന്ന ആ പേഴ്സണെ ആയിരിക്കും, നമ്മളെ ആയിരിക്കും. ഇപ്പോൾ ഉണ്ണീൻകുട്ടി ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ണീൻകുട്ടിയുടെ ഏത് പ്രൊഡക്റ്റാന്നുള്ളതിനപ്പുറത്ത് ഉണ്ണീൻകുട്ടി കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള ഇമോഷൻസ്, അതിന്റെ പുറത്താണ് ആളുകൾ തീരുമാനം എടുക്കുക. പക്ഷെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം എന്താ അറിയോ? ആക്ച്വലി ആ കമ്പനി അത്ര കാലം ഉള്ളതാണ്, അവരുടെ പ്രൊഡക്റ്റ് എന്തൊക്കെ പറഞ്ഞാലും സൂപ്പർ പ്രൊഡക്റ്റ് ആണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ലോജിക്കലി അവരതിനെ ആ തീരുമാനത്തിനെ ലോജിക്കലി അവർ പറയും, നമുക്ക് മുന്നിൽ അവതരിപ്പിക്കും. അതിന്ന കാരണം കൊണ്ട്, അത് ഉണ്ണീൻകുട്ടി കാരണമെന്ന് പറയില്ല. പക്ഷെ ആക്ച്വലി അവർ എടുക്കുന്നത് ഇമോഷൻസ് കൊണ്ടാണ്. ഇമോഷൻസ് പറഞ്ഞാൽ മേ ബി പ്രൊഡക്റ്റിനോടുള്ള ഇമോഷൻ ആവാം, മേ ബി ഉണ്ണിക്കുട്ടികളുടെ ഇമോഷൻ ആവാം. അതിൽ ഏറ്റവും കൂടുതൽ ഒരാൾക്ക് വിശ്വാസം വരുന്നത് പ്രൊഡക്റ്റിനോടേക്കാൾ കൂടുതലായിട്ട് പേഴ്സണൽ ബ്രാൻഡിനോടാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് സെയിൽസ് പഠിപ്പിക്കുന്നു. എന്നെ പോലെ കുറെ ആളുകൾ സെയിൽസ് പഠിപ്പിക്കുന്നവരുണ്ട്, ബിസിനസ് ട്രെയിനിങ്സ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്റെ ക്ലാസ്സിലേക്ക് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്നോടുള്ള ഇമോഷൻസ് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമൊക്കെ പരസ്യമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ബിസിനസ് ട്രെയിനിങ് നോക്കാം എന്ന് പറയും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബേസിക്കലി എന്നോടുള്ള ഒരു താല്പര്യവും, ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ്. ഇപ്പൊ ഇന്നലെ ആരോ കമന്റ് ഇട്ട് കണ്ടു, മറ്റേ തള്ളല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ, ചിലർക്ക് തള്ളായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്താ പറയാ പറയുന്നതായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് തമാശകളായിരിക്കും ഇഷ്ടം, ചിലർക്ക് കണ്ടന്റുകളായിരിക്കും ഇഷ്ടം. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ തീരുമാനങ്ങളാണ്. പക്ഷെ ഇമോഷണൽ ആണത്. ഇപ്പൊ ഇന്നിപ്പോ പലരും തിരിച്ചു വരുന്നു, വീണ്ടും ക്ലാസ് വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നതിന് കാരണം ആ ഇമോഷണാലിറ്റിയാണ്. ഇപ്പൊ ആഷ്ലി അശോകനൊക്കെ എന്നോട് എത്രയോ വർഷത്തെ ഉണ്ട്, എന്റെ ട്രെയിനിങ് ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്കറിയാം, അത് ഞാൻ സംസാരിക്കുന്നത് കൊണ്ടാണ് വരുന്നത്. ആഷ്ലി ആയാലും ജുഹൈന ആയാലും ഇങ്ങനെയുള്ള പലരും, സെയ്ദക്കൊക്കെ എന്തായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് ബേസിക്കലി ഇമോഷണൽ. സെയിൽസ് ഈസ് എൻ ഇമോഷണൽ ഗെയിം. ബേസിക്കലി സെയിൽസ് മാത്രമാണ് നിങ്ങൾ ബിസിനസ്സിൽ ഇമോഷണാലിറ്റി കൊണ്ടുവരാൻ പാടൂ. ഇതിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു ഷിബു. ഓക്കെ, ഷിബു ഭായ്. ഓക്കെ, അപ്പോ വെരി സിമ്പിൾ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന കുറെ അബദ്ധങ്ങളുണ്ട്. എന്താ അറിയോ?
പലരും ബിസിനസ് തുടങ്ങുന്നത് നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ മറ്റേ റിലേറ്റീവ്സിനെ കണ്ടിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ജോലി കൊടുക്കുന്നത് മിക്കവാറും നമ്മുടെ റിലേറ്റീവ്സിനായിട്ടുള്ള ആൾക്കാരെ, ഫ്രണ്ട്സിന്റെ റെഫറൻസ് ഉള്ള ആൾക്കാരെ, റിലേറ്റീവ്സിന്റെ റെഫറൻസ് ഉള്ള ആൾക്കാരെയൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഇമോഷണാലിറ്റി വരുമ്പോഴാണ് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നിന്നു പോകുന്നത് അല്ലെങ്കിൽ ഡൗൺ ആയി പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ബിസിനസിന്റെ ഉള്ളിൽ ഇമോഷണാലിറ്റി കൊണ്ടുവരുന്നത് കൊണ്ടാണ്. മേ ബി പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഇമോഷണാലിറ്റി, ഭാര്യയും ഭർത്താവും തമ്മിൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിട്ട് പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ലൈക്ക് നമ്മുടെ സ്റ്റാഫ് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ നമ്മൾ സ്റ്റാഫായി കൊണ്ടുവയ്ക്കും, അവരെ കഴിവുണ്ടെന്ന് വിചാരിച്ചിട്ട്. അവരോട് പക്ഷെ പിന്നീട് തുറന്നു പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ചില കസ്റ്റമേഴ്സ് നമ്മുടെ തന്നെ ഇതിലുള്ള ലൈനിലുള്ള കസ്റ്റമർ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്, ഈ വലിയ വലിയ ബിസിനസ് ചില കമ്പനികളൊക്കെ പൊട്ടിയിട്ടുണ്ട്, തോറ്റിട്ട് പോയിട്ടുണ്ട്. അവരെന്തുകൊണ്ടാണ് തോൽക്കുന്നത്? അതിൽ ഏറ്റവും കൂടുതൽ ഇമോഷണാലിറ്റിയാണ്. ഒന്ന്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആളെ വിശ്വസിച്ചിട്ട്, അതൊരു ഇമോഷണലാണ്. രണ്ടാമത്തത് നമ്മുടെ കുടുംബക്കാരോ റിലേറ്റീവ്സോ വന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ പ്രശ്നം വന്നു കഴിഞ്ഞാലും, ആ കമ്പനിയുടെ പ്രശ്നം വന്നാലും, ഈ ആളുകൾ തമ്മിലുള്ള പ്രോബ്ലംസ് ആണ്. ഇപ്പൊ ഇമോഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ എത്ര തരം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയുന്നോ അത്രത്തോളം നിങ്ങളുടെ ബിസിനസ് വളരെ വലിയ വിജയമായിരിക്കും. ആ ഇമോഷൻസ് നിങ്ങൾ എപ്പോഴും മാറ്റി വെക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് എത്ര വലിയ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഇനി സ്വന്തം അമ്മ അച്ഛനായിക്കോട്ടെ, സ്വന്തം ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ആ ഇമോഷണാലിറ്റി ആ കോമ്പൗണ്ടിന്റെ ഓഫീസിന്റെ ഉള്ളിലേക്ക് വന്ന് കയറുന്ന സമയത്ത് നിങ്ങൾ ആ ഇമോഷണാലിറ്റികളെല്ലാം മാറ്റിവെച്ച് ബിസിനസ്സിന് വേണ്ടിയിട്ട് ലോജിക്കലായിട്ട് വർക്ക് ചെയ്യണം. എന്നാൽ സെയിൽസിൽ കസ്റ്റമർക്ക് ഇമോഷണാലിറ്റി ആവാം, കസ്റ്റമർക്ക് ആ ഇമോഷണാലിറ്റി കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കൊള്ളാം. ഇനി ഇപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും തോന്നും, ഇമോഷണാലിറ്റി എന്താ വേണ്ടേ, ആളുകളോട് സംസാരിക്കേണ്ടേ, എൻ്റെ സ്റ്റാഫിനോട് നല്ല രീതിയിൽ പെരുമാറണ്ടേ? വേണം. ഇമോഷൻസ് അല്ല വേണ്ടത്, എംപതിയാണ് വേണ്ടത്. എന്താണ് എംപതി? എംപതി പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ഒരു വല്ലാത്ത ഒരു സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയാം. ആ ഇഷ്ടം ഉണ്ടായിക്കോട്ടെ, എംപതി ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ താഹിറിന്റെ സ്റ്റാഫിനെ എംപതിയോടെ കൈകാര്യം ചെയ്യൂ, ഇമോഷണലായിട്ട് എടുക്കണ്ട. ഇമോഷന്റെ പ്രശ്നം എന്താ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇമോഷന്റെ പ്രശ്നം എന്താ? നമുക്ക് എപ്പോഴും ദേഷ്യം വരിക. ഏറ്റവും കൂടുതൽ നിങ്ങൾ അടി കൂടുന്ന ആരായിരിക്കും? ഏറ്റവും കൂടുതൽ അടി കൂടുന്നത്, ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന ആരായിരിക്കും? സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനെ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. ശരിയല്ലേ? കൂട്ടുകാരായിരിക്കും ഏറ്റവും മോശം വാക്കുകളോട് നമ്മൾ സംസാരിക്കുക, ഇല്ലേ? അപ്പൊ ഈ ഇമോഷന്റെ പ്രശ്നമാണ്. അപ്പൊ റിയാക്റ്റീവ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. അതായത് ഈ ഇമോഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും. നമ്മൾ ഒട്ടും ചിന്തിക്കാണ്ട് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളോട് സംസാരിക്കും. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കൂല. ഓക്കെ, എൻ്റെ അടുത്ത് ഒരാൾ ഇമോഷണലായിട്ട് വല്ലാണ്ട് പെരുമാറാൻ വന്നു കഴിഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓൾമോസ്റ്റ് 24 hours ബിസിനസ്സും കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇമോഷൻസ് ഇല്ലാത്ത ആളൊന്നുമല്ല കേട്ടോ. പക്ഷേ ഡെഫിനറ്റ്ലി ആ റിയാക്റ്റീവിനെ ഞാൻ പറ്റില്ല. പ്രോ ആക്റ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു ബിസിനസ്സുകാരൻ, ഒരു CEO ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കത് ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്, അപ്പൊ നമുക്കത് ആ സമയത്ത് സംസാരിക്കാം. എനിവേ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ്. സെല്ലിംഗ്, അതാണ്. ടെല്ലിംഗ് ഈസ് നോട്ട് സെല്ലിംഗ്, ബട്ട് ക്വസ്റ്റ്യനിങ് ഈസ് സെല്ലിംഗ്. സോ ഉണ്ണിക്കുട്ടി പറഞ്ഞു, ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് സെയിൽസിൽ വേണ്ടത് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇന്ന് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ക്വസ്റ്റ്യനിങ് എന്താണ്, ചോദ്യങ്ങൾ എന്താണ്, എന്തിനാണ് ചോദിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നല്ലേ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുടെ അടുത്തായിരിക്കും കൺട്രോൾ ഉണ്ടാവുക. നമുക്ക് നമ്മുടെ സെയിൽസ് പ്രോസസ്സിൽ പൂർണ്ണമായിട്ടും കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നമ്മുടെ സെയിൽസ് പ്രോസസ്സിൽ നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ വേണം. കസ്റ്റമർ അല്ല നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണോ തീരുമാനിക്കേണ്ടത്, നമ്മൾ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നതാണ് സെയിൽസ്. അതായത് നമ്മൾ കുറെ കഥകൾ പറഞ്ഞ് അവരെ കൊണ്ട് നിർബന്ധിക്കുകയല്ല. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് ആളുകൾ വരും, ഓരോ പ്രൊഡക്റ്റ് കൊണ്ട് വരും. എന്നിട്ട് പറഞ്ഞിട്ട്, സാർ ചേച്ചി വാങ്ങു ചേച്ചി, വാങ്ങു ചേച്ചി. ഈ വാങ്ങു ചേച്ചി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒന്നും വാങ്ങില്ല. ഇതേ നിങ്ങൾ ടൗണിൽ പോയിട്ട് ചൈന മാർക്കറ്റിൽ നിന്ന് ഇതേ പ്രൊഡക്റ്റ് ചിലപ്പോൾ 10 രൂപ 20 രൂപ അഡീഷണൽ കൊടുത്തിട്ട് വാങ്ങിയിട്ട് വരും. അവിടെ ചെല്ലുമ്പോൾ അത് അവിടെ വെച്ചിരിക്കുന്ന രീതികൾ, അവിടെ എന്താ പറയുക, പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതികൾ, ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമ്മൾ സ്വയം ആലോചിക്കും, ഇത് ഇങ്ങനെ കൊണ്ട് ഗുണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വാങ്ങും, അല്ലേ? അതിന്റെ കാരണം അതാണ് സെയിൽസ്. വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്, വിൽക്കുന്നതല്ല സെയിൽസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കഥ പറയുന്നതല്ല സെയിൽസ്, ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. എന്താണ് ഒരു സെയിൽസ്മാന്റെ ജോലി? എന്താ ഒരു സെയിൽസ്മാന്റെ ജോലി? കസ്റ്റമറുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കസ്റ്റമറുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബേസിക്കലി ഇത് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? കസ്റ്റമറുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ ഒരാളോട് പറയാം, ആരാപ്പ എടുക്കാം, ഇപ്പോൾ സുബിതയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായാൽ മാത്രമേ
എനിക്ക് സുബിതയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു കൺസൾട്ടിങ് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാ, ഒരു രോഗി ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാ, ഡോക്ടർ എന്താ ചെയ്യുക, ഡോക്ടർ കണ്ടോർന്ന് എന്താ പരിപാടി എന്ന് ചോദിക്കും. പനിയാണ്, ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇരുന്നിട്ട് രോഗി അങ്ങ് പറയുക, അല്ലെങ്കിൽ ഇയാൾ ഇത് പറയാണ് പനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പനികളുണ്ട്. ഇപ്പൊ ഡെങ്കിപ്പനി ഉണ്ട്, തക്കാളിപ്പനി ഉണ്ട്, ആ പനി ഈ പനി, വൈറൽ ഫീവർ, കോവിഡ് വരെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ മരുന്ന് എഴുതരാം എന്ന് പറഞ്ഞ ഒരൊറ്റ മരുന്ന് എഴുതാണോ ചെയ്യാം? ആണോ? അല്ല. അവരെന്താ ചെയ്യുക? ഡോക്ടർ ചോദിക്കും എന്താണ് രോഗം, എന്താണ്, എന്ത് പറ്റി, എന്തേ വന്നേ, എപ്പ തുടങ്ങി പനി, എപ്പ തുടങ്ങി, ഇന്നലെ രാത്രി എന്താ ഭക്ഷണം കഴിച്ചത്, ഇന്ന് രാവിലെ എന്താ കഴിച്ചത്, മരുന്ന് വല്ലതും കഴിച്ചിരുന്നോ, ഓക്കെ, എന്തൊക്കെയാണ് നിങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് എന്തൊക്കെ അസ്വസ്ഥതകളാണുള്ളത്, ഛർദി ഉണ്ടോ, മറ്റേ വയറുവേദന ഉണ്ടോ, തലവേദനയുണ്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചോദിക്കും. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഇപ്പൊ നല്ല തലവേദനയുണ്ട്, നല്ല പനിയുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഡെങ്കിയുടെ ഒരു ടെസ്റ്റ് എഴുതാം. എനിക്ക് ലക്ഷണങ്ങൾ കണ്ടിട്ട് ഡെങ്കിയുടെ തോന്നുന്നു, നമുക്കൊരു ടെസ്റ്റ്, ലാബ് ടെസ്റ്റ് ഒന്ന് നടത്തണം, ഓക്കെ, എന്നിട്ട് അതല്ലെങ്കിൽ നമുക്ക് വേറെ മരുന്ന് തരാം, അതാണെങ്കിൽ അത് ചെയ്യാം എന്ന് പറയും. അവർ ടെസ്റ്റിന് എഴുതും, അവർ സൊല്യൂഷൻ തരും, നമുക്ക് അതിനുള്ള മരുന്ന് തരും, നമ്മളത് കഴിക്കും, നമുക്ക് അസുഖം ഭേദമാവും. ആണോ? ഡോക്ടർ ബേസിക്കലി നിങ്ങളെ കുറെ ഇരുന്ന് ഉപദേശിക്കുകയാണോ ചെയ്തത്? അല്ലെങ്കിൽ ഡോക്ടറുടെ കഴിവ്, ഞാൻ ആക്ച്വലി 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണ്. ഞാൻ MBBS പഠിച്ചത് മറ്റേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഞാൻ ആക്ച്വലി മെഡിക്കൽ കോളേജിൽ ചേരുന്ന സമയത്ത് അങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ മരുന്നുകൾ ഇങ്ങനെയാണ് എന്നൊക്കെ അവർ പറയുമോ? അവര് നിങ്ങളോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ആൻസർ എന്നുള്ളത് അവർ നോക്കും, അത് എന്തിൻ്റെയൊക്കെ ലക്ഷണങ്ങളാ നോക്കും, അതിനുള്ള സൊല്യൂഷൻ തരും. അത്രയല്ലേ ഉള്ളൂ. അതേപോലെയാണ് ഒരു സെയിൽസ്മാൻ. ഡോക്ടർ ചെയ്യുന്നത് കൺസൾട്ടിംഗ് ആണ്, സെയിൽസ്മാൻ ചെയ്യുന്നതും കൺസൾട്ടിംഗ് ആണ്. മിക്കവാറും ഉത്തരം സെയിൽസ്മാൻ കണ്ടുപിടിക്കേണ്ട കാര്യം കൂടി ഇല്ല, അവിടെ കസ്റ്റമറുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും മിക്കവാറും ഉത്തരം. ഇപ്പൊ ഞാനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചോദ്യങ്ങൾ കുറേ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ പറയും കേട്ടോ, കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങളൊന്നും തോന്നരുത്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റമറുടെ ഉള്ളിലിരിക്കുന്ന പെയിന്, വേദന എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കലാണ്. അപ്പൊ നിങ്ങളൊരു ഹെൽത്ത് പ്രൊഡക്റ്റ് വിൽക്കുന്നു, ഹെൽത്ത് പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, എത്രയാണ് ഷുഗർ, എങ്ങനെയാണ് HbA1c അങ്ങനെ അതെന്താണ്, അതേപോലെ തന്നെ എത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഉണ്ട്, ഓക്കെ, എത്ര ഡെയിലി നോക്കുമ്പോൾ എത്ര വരാറുണ്ട്, ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേയാണ്, ഇതൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ഉണ്ണിക്കുട്ടിക്ക് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് എന്നുള്ള ഷുഗർ, എന്നാ അടിപൊളി പ്രൊഡക്റ്റ് ഉണ്ട്, ഐ കോഫിയാണ്, വാങ്ങിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടി ചെല്ലുന്ന പോലെയാണ് കസ്റ്റമർക്ക് തോന്നുന്നത്. നമ്മൾ നമ്മുടെ കച്ചവടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് പോലെയല്ല. എന്നാൽ കസ്റ്റമർക്ക് ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം ഇന്നതാണ്, അതിനുള്ള സൊല്യൂഷൻ ഇതൊക്കെയാണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്യണത് ഇതാണ്. എന്നെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്ന ആളുകൾ, ഉദാഹരണമായിട്ട് ഞാൻ കൺസൾട്ടിങ് വിളിക്കുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും, ഇന്നും എനിക്ക് 2-3 കോൾ വന്നിട്ടുണ്ടായിരുന്നു, സാറ് പേഴ്സണൽ മെന്ററിങ് കൊടുക്കുന്നുണ്ടോ, സാറ് എന്തൊക്കെ പരിപാടികളാണ് സാർക്കുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ ഫ്രീ ആണെങ്കിൽ പറയും, എന്നെ കോൾ ചെയ്തോളൂ, നമുക്ക് സംസാരിക്കാമെന്ന് പറയും. ഞാൻ വിളിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന കാര്യം, എന്താണ് നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ബിസിനസ് പോകുന്നത്, കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മാർക്കറ്റിംഗ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, ചലഞ്ചസുകളാണ് നിങ്ങൾ നേരിടുന്നത്, മാർക്കറ്റിംഗിലാണോ, പ്രോസ്പെക്ടിങ്ങിലാണോ, കസ്റ്റമർ ക്ലോസിംഗിലാണോ, അതോ ഫിനാൻസിലാണോ, HR-ലാണോ, ഇങ്ങനെ ഐഡിയ മനസ്സിലാക്കും. അല്ല മേ ബി സ്ട്രാറ്റജീസിലായിരിക്കും. അപ്പൊ എനിക്കിത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഞാൻ സ്ട്രാറ്റജീസിലാണോ എന്ന് ഞാൻ ചോദിക്കില്ല. സ്ട്രാറ്റജീസ് എന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ടതാണ്, അത് സ്ട്രാറ്റജീസിലുള്ള പിഴവാണെന്നുള്ളത് എൻ്റെ മനസ്സിലാക്കലാണ്. അപ്പൊ ഞാൻ പറയും, ഞാൻ അവസാനം എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയും, നമുക്ക് ഇതൊക്കെയാണ് താങ്കളുടെ പ്രശ്നങ്ങൾ കിടക്കുന്നത്, ഓക്കെ, അപ്പോൾ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻസ് നമുക്ക് തരാൻ പറ്റും. അതിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ എന്നാ ഞാൻ പറയല്. അപ്പൊ ഞാൻ എന്നോട് വരുന്ന ഒരാളോട് പറയും, ഒരാൾ ചോദിക്കും, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വളരെ മോശം, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപയ്ക്കൊക്കെ താഴെ ബിസിനസ് ഉള്ള ഒരാളാണെന്ന് കരുതുക, 1 ലക്ഷം രൂപയ്ക്ക് താഴെ, വളരെ താഴെ ഉള്ള ആളാണെന്ന് കരുതുക. ഞാൻ അവരോട് പറയും, അവർ ചോദിക്കും എന്നോട് എന്താ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമുക്ക് ഡയറക്റ്റ് ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ വരാറുണ്ട്, 1000, 2000, 3000, 4000 രൂപയൊക്കെ ചിലവുള്ള ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ വരാറുണ്ട്.
ആ പ്രോഗ്രാമുകളിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു ടോപ്പിക് ആയിരിക്കും സംസാരിക്കുന്നത്. ആ ടോപ്പിക്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യൂ. അതിന് ഒരു ജസ്റ്റ് 3000 റുപ്പീസ് 4000 റുപ്പീസ് അല്ലെങ്കിൽ മാക്സിമം 5000 റുപ്പീസ് ഒക്കെ ചിലവ് വരുന്നുള്ളൂ. നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യൂ, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യൂ നിങ്ങളുടെ ബിസിനസ്സിൽ. എന്നിട്ട് മാറ്റങ്ങൾ വരുന്നില്ലെങ്കിൽ എന്നെ വിളിക്കും. അതൊരു 10 ലക്ഷത്തിന് താഴെ ബിസിനസ് ഉള്ള ആൾക്കാരോടാണ്. എന്നിട്ട് 10 ലക്ഷത്തിന്റെ 1 കോടി രൂപയ്ക്കൊക്കെ ഇടയിലുള്ള ബിസിനസ് ഉള്ള ആളോട് ഞാൻ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും. അത് ഞാൻ ചോദിക്കട്ടോ, എത്രയാ നിങ്ങൾക്ക് മന്ത്ലി ടേൺ ഓവർ ഉള്ളത്, നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യുന്നൊക്കെ ചോദിക്കും. അപ്പുറത്ത് ഞാൻ പറയും, 10 ലക്ഷത്തിന് 1 കോടി രൂപയ്ക്ക് ഇടയിലുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയും, നമുക്കൊരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെയിലി രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ്. അതൊരു ഹാബിറ്റ് ആക്കുകയാണ്. ബിസിനസ്സുകാരന് നല്ലൊരു മോർണിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതിൽ ബിസിനസ്സിനെ കുറിച്ച്, സെയിൽസിനെ കുറിച്ച്, HR-നെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-40-50 ആളുകൾ ഇപ്പോൾ ഓൾറെഡി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് ഒരു 1 ഇയർ പ്രോഗ്രാമാണ്, 365 ഡേയ്സ് പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെയിലി ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതോടുകൂടി നിങ്ങളുടെ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനും അതിൽ എന്തൊക്കെ വേണം, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ പറയും. ആ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ പറയും. അതാണ് എൻ്റെ മരുന്ന്. എന്നാൽ 1 കോടിക്ക് മുകളിൽ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, 1 കോടി മുകളിൽ ടേൺ ഓവർ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് ഞാൻ പറയും, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ബിസിനസ് ബഡി എന്ന് പറയുന്ന ഒരു കൺസൾട്ടിങ് പ്രോഗ്രാമാണ്. ആ കൺസൾട്ടിങ് ഇതേപോലെ 365 ദിവസമാണ്. രാവിലത്തെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ മെന്റർഷിപ്പ് അവിടെ കിട്ടും. നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് പോകാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന ആളുകളെല്ലാം ഇമോഷണൽ ആളുകളാണ്, അല്ലെ? പുറത്ത് കാണുന്ന ആളുകളെല്ലാം ഇമോഷണൽ ആളുകളാണ്. ആ ഇമോഷണൽ ആളുകളുടെ പ്രശ്നം എന്താ? നിങ്ങളൊരു ബിസിനസ് ഡൗൺ ആയാൽ നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിനക്ക് വല്ല ജോലിക്കും പോയി കൂടെ എന്ന് ചോദിക്കുന്നവരായിരിക്കും ഒരു വിഭാഗം. എന്നാൽ വേറെ ആളുകൾ പറയും, നിങ്ങൾ തുടങ്ങിയില്ലേ, പൊട്ടിയില്ലേ, നിർത്തിക്കൂടെ, അയ്യോ ബുദ്ധിമുട്ടാണോ, കച്ചവടം മോശമാണോ, നിർത്തിക്കോളൂ, നിനക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ കുറെ ഉപദേശങ്ങളൊക്കെ തരും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ സ്കൂട്ടർ കേട് വന്നാൽ, നമ്മുടെ കമ്പ്യൂട്ടർ വീണാൽ, മൊബൈൽ ഫോൺ കേട് വന്നാൽ നമ്മളൊരു എക്സ്പേർട്ടിന്റെ അടുത്തേക്കല്ലേ പോവുള്ളൂ? ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ തുടങ്ങിയ ബിസിനസ്സിനെ നമ്മൾ അഡ്വൈസ് എടുക്കേണ്ടത് ഈ ബന്ധുക്കാരുടെ അടുത്തുനിന്നാണോ, കുടുംബക്കാരുടെ അടുത്തുനിന്നാണോ? അപ്പൊ അവിടെ നമ്മൾ ലോജിക്കലായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ്, പേഴ്സണൽ മെന്റർ ആയിട്ടാണ് ഞാൻ വരിക എന്ന് ഞാൻ പറയും. ഇതല്ലാണ്ട് നമുക്ക് കൺസൾട്ടിങ് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, പ്രൊഡക്റ്റുകൾ കുറെ ഉണ്ട്. ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് വിശദീകരിക്കാനല്ല ഞാൻ പറയുന്നത്. ഓരോരുത്തരെ അറിഞ്ഞുകൊണ്ട് ആ രോഗിക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. പോയിന്റ് മനസ്സിലായോ? അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതേപോലെ ആയിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ മുമ്പിലിരിക്കുന്ന കസ്റ്റമറുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് അറിയണം. പക്ഷെ ഇപ്പൊ മിക്കവാറും സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ചോദ്യം ചോദിക്കും. പേരെന്താണ്, എവിടുന്നാ വരുന്നത്, എന്താ പ്രശ്നം, എന്നിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങ് തള്ളുകയാണ്, ഒരൊറ്റ തള്ള. ആ തള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ ജീവചരിത്രം, കമ്പനിയുടെ ജീവചരിത്രം, പ്രൊഡക്റ്റിന്റെ ജീവചരിത്രം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. ഇതോട് കൂടിയിട്ട് കസ്റ്റമറെ സംബന്ധിച്ചോളം കസ്റ്റമർ കണ്ട വഴി ഓടും. അവന് താല്പര്യം ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കും, എന്തായി തീരുമാനം. ഇതും കൂടി കേൾക്ക്. 2ാമത്തെ വിളി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ആ വഴി ഫോൺ എടുക്കൂല. പിന്നെ ഇനിയിപ്പോ നമ്മളൊരു അത്യാവശ്യ കാര്യം പറയാനാണെങ്കിൽ കൂടി ഒരു ഫോൺ എടുക്കില്ല. കാരണം എന്താ? അമ്മാതിരി നമുക്ക് സെയിൽസ് അറിയില്ല. പലർക്കും സെയിൽസ് അറിയില്ല. ഫോളോ അപ്പ്, ഈ വിളിച്ചിട്ട് എന്തായി ചോദിക്കണതിനെ ഫോളോ അപ്പ് എന്നാ പറയുക. അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ലെന്നീ. അപ്പോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ സെയിൽസ് ട്രെയിനിങ്ങിനോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ആസ് എ ബിസിനസ് പേഴ്സൺ നിങ്ങളുടെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ എന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കാര്യങ്ങളെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ സെയിൽസിൽ ഞാൻ ചെയ്യുന്നത് സെയിൽസ് ആണെന്നുള്ള ബോധത്തോടെ വേണം നിങ്ങൾ ചെയ്യാൻ. ക്ലിയർ ആണോ? അപ്പോൾ ഇന്ന് മുതൽ ഇവിടെ ഇരിക്കുന്ന ഈ 10-40 ആളുകൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഡോണ്ട് ടെൽ ബട്ട് ആസ്ക്. നിങ്ങൾ കഥ പറയുക, ഈ കുറെ കാര്യങ്ങൾ സംസാരിക്കല്ല വേണ്ടത്, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. എൻ്റെ പോയിന്റ് ക്ലിയർ ആണോ? ചോദ്യങ്ങൾ ചോദിക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്തിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഗുണങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിൻ്റെയൊക്കെ മുന്നേ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ആസ് എ സെയിൽസ് പേഴ്സൺ നമ്മൾ ആദ്യം കസ്റ്റമറെ കേൾക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കസ്റ്റമർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കണം. പലപ്പോഴും ബിസിനസ്സുകാരുടെ ഒരു പ്രശ്നം ഞാൻ പറയുന്നത്, ഇതൊക്കെ നമ്മൾ പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതൊരു സെൽഫ് അനാലിസിസ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ സ്വയം ആക്കിയാൽ മതി.
നമുക്ക് ഈ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാൽ വന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയാം. ഈ പറയുന്ന കസ്റ്റമർ പറയുന്ന കാര്യത്തിൽ ഇടയിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ അതിനെ എന്താ പറയുക വേർതിരിച്ച് വിടുകയും നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എപ്പോഴും നടന്നു കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ അത് അല്ല നമ്മുടെ ജോലി. ഞാൻ നന്നായി സംസാരിക്കുന്ന ആളാണ്, എനിക്ക് നല്ലോണം സംസാരിക്കാൻ ഇഷ്ടമാണ്. ആര് വിളിച്ചാലും എനിക്ക് നന്നായി സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഒരു ക്ലയന്റ് വിളിച്ചാൽ ഞാൻ അവിടെ ലിസണർ ആവുക ചെയ്യുക. നിങ്ങൾ ആ ക്ലയന്റിനെ ലിസൺ ചെയ്യണം, കസ്റ്റമറെ ലിസൺ ചെയ്യണം. അവന്റെ യഥാർത്ഥ പ്രശ്നം എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ഇപ്പൊ ഏറ്റവും പുതിയ തലമുറ, ജെൻസി എന്നൊക്കെ പറയുന്ന തലമുറ, അല്ലെങ്കിൽ എന്താ പറയാ ജെൻ ആൽഫ എന്ന് പറയുന്ന തലമുറ, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ ലിസൺ ചെയ്യൂല. അവർക്ക് ഇനി ലിസൺ ചെയ്യുകയാണെങ്കിൽ കൂടി അവർക്ക് ഒരു 6 മിനിറ്റ് സമയത്തേക്കാണ് അവർക്ക് മാക്സിമം നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ, 6-7 മിനിറ്റ്. അതിന്റെ ശേഷം നിങ്ങൾ പറയുന്ന ഒരു കാര്യം അവരുടെ തലയിലേക്ക് കയറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിസണർ ആവുക, നല്ലൊരു ലിസണർ. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയട്ടെ, പറയാൻ എന്തെങ്കിലും തുടക്കത്തിലുണ്ടെങ്കിൽ പറയട്ടെ, എന്നിട്ട് കേട്ടിട്ട് അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ സംസാരിച്ചു തുടങ്ങേണ്ടത്. ചില കസ്റ്റമർ നേരിട്ട് റിജക്ഷൻ അടിക്കും. എനിക്ക് വേണ്ട, എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണ്ട. ആ റിജക്ഷൻ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ആവേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ പലർക്കുള്ള കുഴപ്പം എന്താ അറിയോ? സുബിത, എന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല സാറേ, എനിക്ക് താല്പര്യമില്ല. അത് കേൾക്കുമ്പോൾ എന്തൊക്കെ ചെയ്യും, ഞാൻ എന്തൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചത്. എന്റെ പ്രശ്നം, ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചിട്ടല്ലോ, ഞാൻ സുബിതയുടെ പൈസ വിചാരിച്ചിട്ടാണ് ഞാൻ അത് വിചാരിച്ചേണ്ടിരുന്നത്. അത് വന്നിട്ട് വേണമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ കാശ് കൊടുക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് വാങ്ങാനുണ്ടായിരുന്നു, ഈ പൈസ വന്നിട്ട് വേണം. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ബേസിക്കലി ഇവര് നമ്മളെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതിന് റിജക്ഷൻ എന്ന് പറയാം. ആ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമോഷണലാ, സെന്റിമെന്റലാ നമ്മള്. ഞാനൊരു കാര്യം പറയട്ടെ, അവരെന്തിനാ റിജക്ട് ചെയ്യുന്നത്? നിങ്ങളെയാണോ? അല്ല, അവർ റിജക്ട് ചെയ്യുന്നത് പ്രോഡക്റ്റിനെയാണ്, നിങ്ങളുടെ കമ്പനിയാണ്, അല്ലാണ്ട് നിങ്ങളെയല്ല. ഞാൻ പറയട്ടെ, ഞാൻ തമാശക്ക് പറയാറുണ്ട്, ഒരുത്തൻ അവിടെ വെറുതെ നിന്നിട്ട് ഒരുത്തൻ തെറി വിളിക്കുകയാണ്, നാട്ടിൽ കൂടെ ഇങ്ങനെ പോകുന്ന ആൾക്കാർ വെറുതെ ഒരുത്തൻ നിന്ന് തെറി വിളിക്കുകയാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യൂ? ഒരു കള്ളുകൂടിയ റോഡിൽ നിന്ന് ഭയങ്കര ഡാൻസ് ആണ്, നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലെങ്കിൽ നിങ്ങൾ ആ വഴി പോവല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഡിസ്റ്റർബൻസ് ആവാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതേപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെയും നിങ്ങളുടെ കമ്പനിയെയും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവനൊരു റീസൺ ഉണ്ടാവുന്നേ. നിങ്ങളെ അല്ലല്ലോ മോശമായിട്ട് പറയുന്നത്, നിങ്ങളെ അല്ലല്ലോ. അത് ഈ ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരണം. ആളുകൾ റിജക്ട് ചെയ്യുമ്പോൾ, വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട. അതിൽ ഇനി ഏറ്റവും വലിയ സങ്കടമുള്ള ഒരു കാര്യം പറയാം, ഞാനത് വീണ്ടും പറയും. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാട്ടോ നമ്മുടെ കസ്റ്റമറും. ഞാൻ വീണ്ടും പറയാം, ചില ആളുകൾക്കുണ്ടല്ലോ, ഇപ്പൊ വാട്സപ്പിൽ ഒരു മെസ്സേജ് വളരെ ഓപ്പൺ ആയിട്ട് പറയാം. അപ്പൊ എന്റെ ഗ്രൂപ്പിൽ എനിക്ക് എന്റെ അഡ്വർടൈസ്മെന്റ് പോകുന്നുണ്ട്. എന്റെ അഡ്വർടൈസ്മെന്റ് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആളുകൾ അഡ്വർടൈസ്മെന്റ് അവരയക്കും, എന്താ താല്പര്യമുണ്ടെന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കും. ഒരു 2-3 പരസ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചില ആളുകൾ വളരെ മോശമായിട്ട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചിരിക്കുക ചെയ്യുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണെന്നറിയോ? അവരെ സംബന്ധിച്ചോളം അവരുടെ കസ്റ്റമർ അവരോട് അങ്ങനെ പെരുമാറുക. അവരുടെ കസ്റ്റമറും അവരെ തെറി വിളിക്കും, 100% ഉറപ്പാണ്. എനിക്ക് ഒരു കോള് വരുന്നു കഴിഞ്ഞാൽ ഞാൻ ആ കോൾ എടുക്കും മാക്സിമം. എനിക്ക് അത്രയും എന്തെങ്കിലും തിരക്കുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലേ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ടെലികോളർ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വേണ്ട എന്ന് ഞാൻ ആദ്യം പറയില്ല. എന്താണ് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് എനിക്കിപ്പോൾ അത് ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ ഇന്നലെ രാത്രി ഇത് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ആളാണോ എന്താന്ന് എനിക്കറിയില്ല, എനിക്കൊരു മെസ്സേജ് വന്നു, സാറേ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, ആ പ്രൊജക്റ്റ് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ചെലവുള്ളൂ, ആ 1 ലക്ഷം രൂപ തന്നിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കൂടെ? ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ ആവശ്യമില്ല അത്. അല്ല സാർക്കത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അവരെന്നോട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ബേസിക്കലി. പിന്നെ എങ്ങനെ അവർക്ക് എന്നെ അറിയാം എനിക്കിത് ആവശ്യം ഉണ്ടാവും എന്നുള്ളത്? എനിക്ക് അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അവർക്ക് മനസ്സിലാവുക? സ്വാഭാവികമായിട്ടും അവർക്ക് സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമേഴ്സിനെ കിട്ടില്ല. എന്നോട് എങ്ങനെ പെരുമാറുന്നെങ്കിൽ അല്ലെങ്കിൽ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടില്ല. ഞാൻ പക്ഷെ റിജക്ട് ചെയ്യാനൊന്നും പോയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അഥവാ ഈ രസകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണ് എനിക്കിപ്പോൾ ഈ പ്രോജക്റ്റ് വേണ്ട, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിചാരിക്കുകയാണ്, ഈ ചങ്ങായി വലിയ ആളാണ്, മറ്റവനാണ് മറിച്ചവനാണെന്നൊക്കെ ചിന്തിച്ചിട്ട് ഉള്ളിൽ മനസ്സിൽ തെറിയും വിളിച്ചിട്ട് പോയിട്ട് എന്ത് കാര്യമുള്ളത്?
നിങ്ങളോട് ഒരാൾ കസ്റ്റമർ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വികാരം കൊള്ളേണ്ട കാര്യം ഒരിക്കലുമില്ല. ദേ ആർ റിജക്ടിങ് യുവർ പ്രോഡക്റ്റ് ഓർ എ കമ്പനി ആൻഡ് ജസ്റ്റ് ഡോണ്ട് ബോദർ അബൌട്ട്, ദേ ഡോണ്ട് നീഡ് ഇറ്റ്. അത്രേ ഉള്ളൂ. നിങ്ങൾ 10 ആളെ വിളിച്ചാൽ 9 ആളും റിജക്ട് ചെയ്യാം, ചിലപ്പോൾ 10 ആളും റിജക്ട് ചെയ്യാം. അതിനെന്താ കാരണം? ഒന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വഴി ശരിയല്ല. ഇപ്പൊ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഞാൻ ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ തമാശക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. അവര് നമ്മുടെ ടെലികോളേഴ്സ് ഈ പറയുന്ന ഇതിൽ പല ടെലികോളേഴ്സ് ഉണ്ടാവും. അവരെ വിളിക്കുന്ന രീതി തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ സുധീഷിന്റെ വീട്, അങ്ങനെയല്ല. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ വിളിക്കുന്നത് മറ്റേ ഇന്ന കമ്പനിയിൽ നിന്നാണ്. സുധീഷിന്റെ വീടല്ലേ? ഓക്കെ, സുധീഷ്, ഞാൻ ആക്ച്വലി ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ, പറയൂ എന്ന് അവിടുന്ന് പറയും. അതോട് കൂടിയിട്ട് പിന്നെ എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ആക്ച്വലി ഒരു വർഷത്തെ കോഴ്സാണ് നടത്തുന്നത്, ഈ കോഴ്സിന് ഇത്ര ആളുടെ പ്ലേസ്മെന്റ് കിട്ടുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അവൻ അവിടെ കട്ട് ചെയ്യും. അല്ലെങ്കിൽ പിറ്റേ ദിവസം വിളിച്ച് അവൻ ഓക്കെ ഓക്കെ എന്ന് പറയും. അത് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യും? വിളിച്ചാൽ ഫോൺ എടുക്കൂല. അനുഭവം ഉണ്ടോ? നിങ്ങളുടെ പല ടെലികോളേഴ്സും നിങ്ങൾ ടെലികോളിംഗ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങളുടെ ടീം ടെലികോളിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ഇന്നത്തെ കാലത്ത് വേണ്ടത് എമ്പത്തിയോട് കൂടിയിട്ടുള്ള സംസാരമാണ്. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേരറിയുമെങ്കിൽ ഞാൻ പേരെ വിളിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അവരോട് ഹലോ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഞാൻ ഇന്ന ഗ്രോത്ത് കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് ഒന്നും ഞാൻ പറയില്ല. അർഷാദ്, ഞാൻ ശ്രീജിത്താണ്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഏതാ ശ്രീജിത്ത്, എന്തിനാ അദ്ദേഹം വിളിച്ചിരിക്കുന്നത്? ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. മറ്റേത്, അർഷാദ്, ഞാൻ ഗ്രോത്ത് കാറ്റലിസ്റ്റ് ഇന്റഗ്രേറ്റഡ് ബിസിനസ് സൊല്യൂഷൻസ് ബാംഗ്ലൂരിൽ നിന്നാണ്, ഞങ്ങൾ ആക്ച്വലി ഒരു ബിസിനസ് കൺസൾട്ടന്റ് ഫേമാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതുക. അർഷാദിന് കാര്യം മനസ്സിലായി. എന്താ, ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി വിളിച്ചാ. അർഷാദ് നൈസായിട്ട് പറയും, അല്ലെ ഞാൻ ഇപ്പം ഇത്തിരി തിരക്കില്ല, പിന്നെ വിളിച്ചാൽ മതിയോ? പിന്നെ വിളിക്കലൊന്നും ഉണ്ടാവില്ല. മറിച്ച് ഒരു പേഴ്സൺ ടു പേഴ്സൺ ആണ് വിളിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പറയാം, സംസാരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥ പറച്ചിലും ഒഴിവാക്കിയിട്ട് ഒരു ഇൻട്രഡക്ഷൻ, ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ, അല്ലെങ്കിൽ ഒരു വണ്ടർഫുൾ ഇൻട്രഡക്ഷൻ നിങ്ങൾ കൊടുക്കാൻ പറ്റണം. ആ വണ്ടർഫുൾ ഇൻട്രഡക്ഷൻ പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹേ ഗൈസ്, അതൊന്നല്ല. സെയിൽസുകാരത് അത് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവരോട് വളരെ എമ്പതി ആയിട്ട്, ജെയിന്റെ സ്ഥലം എവിടെയാ, അല്ലെങ്കിൽ ജെയിൻ എന്ത് വിശേഷങ്ങള്. ഇപ്പൊ ജെയിൻ അവിടെ ഇരിക്കുന്ന ജെയിൻ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു അല്ലെ. മറിച്ച് ജെയിനെ ഞാൻ മറ്റേ ഗ്രോത്ത് കാറ്റലിസ്റ്റ് എന്നാ വിളിക്കുന്നൊക്കെ പറഞ്ഞ ജോയിൻ ഇങ്ങനെ ഇരിക്കുന്ന ജെയിൻ ഇങ്ങനെ പോകും. കാരണം കസ്റ്റമർ ലിസൺ ചെയ്യില്ല ബേസിക്കലി. നിങ്ങളെ ഇത് മനസ്സിലാക്കിയിട്ട് വേണം സെയിൽസ് പ്രോസസ്സ് തുടങ്ങാൻ. അതിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഥ പറച്ചിലല്ല, ലിസണിങ് ആണ് വേണ്ടത്. ആ ലിസണിങ്ങിൽ നിങ്ങൾ ഒരിക്കലും ഇന്റർഫിയർ ചെയ്യരുത്. അവനെ പറയുന്നതിൽ അനാവശ്യമായിട്ട് ഇന്റർഫിയർ ചെയ്യരുത്. പക്ഷെ അവനെ പ്രോത്സാഹിപ്പിക്കണം. അതെന്താ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ നല്ല ലിസണർ ആവണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ ചോദിക്കണം എന്നുള്ളതാണ്. ചോദ്യങ്ങളാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ചോദ്യങ്ങൾ ചോദിക്കുന്നവന്റെ അടുത്താണ് പവർ. ഇന്നലെ ഇവിടെ പലരും, ചില ഭാര്യമാരൊക്കെ പോയിട്ട് ഭർത്താക്കന്മാരുടെ അടുത്ത് പ്രയോഗിച്ചു എന്നുള്ളൊരു വിവരം എനിക്ക് കിട്ടി. കുറെ ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചേക്കാം, പിന്നെ ഭർത്താക്കന്മാർ നമ്മൾ വരച്ച വരയിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് വിവരം കിട്ടി. ഭർത്താക്കന്മാരും ചിലത് ട്രൈ ചെയ്തു, പക്ഷെ ഭാര്യമാരുടെ അടുത്ത് തോറ്റു. കാരണം ഭർത്താവ് അങ്ങോട്ട് ചോദിച്ചതിന് അവർ തിരിച്ച് വേറെ ചോദ്യം ചോദിച്ചപ്പോൾ കൂടിയിട്ട് അവന്മാർ തീർന്നു എന്ന് ഞാൻ കേട്ടു. ശരിയാണോ? ശ്രീസാറ് പറഞ്ഞിട്ടുണ്ട് 10 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അണ്ടറിൽ നിൽക്കും ആൾക്കാർ എന്നുള്ളത്. ഇല്ലേ? പണ്ട് തമാശക്ക് പറയായിരുന്നു, കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു എന്നൊക്കെ അറിയോ? തമാശന്, ഇതിന് റിയാലിറ്റി ഒന്നുമില്ല. എന്തായിരുന്നു കാരണം എന്നറിയോ? അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത്രേ. അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ അമേരിക്ക കണ്ടുപിടിക്കാൻ ഇറങ്ങുന്ന, കപ്പലെടുത്തിട്ട് ഇറങ്ങുന്ന കൊളംബസിനോട് ഭാര്യ ചോദിക്കുത്രേ, എവിടേക്കാ പോണേ? അപ്പൊ ഈ അമേരിക്ക കണ്ടുപിടിക്കാനൊന്നുമല്ലല്ലോ കൊളംബസ് പോണോ, കൊളംബസ് ഇന്ത്യ കണ്ടുപിടിക്കാൻ പോയ ആളാ. അതിലാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. അപ്പൊ പുള്ളി ഇങ്ങനെ അലഞ്ഞു കൊണ്ടിട്ട് എവിടെയെങ്കിലും കണ്ടുപിടിക്കാച്ചിട്ട് പോണ സമയത്ത് എവിടേക്കാ പോണെന്ന് വെച്ചാൽ കൊളംബസിന് അറിയില്ല, ഉത്തരമില്ല. ഇപ്പൊ തന്നെ പോണോ? പോയിട്ട് എപ്പോഴാ വരിക? അടുത്ത ചോദ്യം, ഞാനും പോന്നോട്ടെ? അതോട് കൂടിയിട്ട് കൊളംബസ് തലയിൽ കൈവച്ചിട്ട് പറയത്രേ, പണ്ടാര ഒരേ അമേരിക്കയും കണ്ടുപിടിക്കേണ്ട, ഇന്ത്യയും കണ്ടുപിടിക്കേണ്ട, വീട്ടിൽ കിടന്നുറങ്ങാന്ന്. 4 ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഒരു വലിയ ജേണി പുള്ളി ഒഴിവാക്കി. പക്ഷെ കല്യാണം കഴിക്കാത്ത നന്നായി, അതുകൊണ്ട് അമേരിക്ക കണ്ടുപിടിച്ചു.
ട്രംപ് ഇപ്പോൾ അവിടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു, പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും നടക്കണം. എനിവേ അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. ഇതൊന്നും റിയാലിറ്റി ഇല്ല, അതിൽ റിയാലിറ്റി ഇല്ല പ്രത്യേകിച്ച്. ഓക്കെ, പക്ഷെ ഇതുപോലെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം. അത് കസ്റ്റമറെ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ കുറേ ഈ ട്രെയിനിങ് സെഷൻ തുടങ്ങിയാലല്ലാണ്ട് ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ. എന്ത് വിശേഷം, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഉത്തരങ്ങൾ കിട്ടണം എനിക്ക്. ഉത്തരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ പിടിച്ച് കയറും. ഇവിടെ കൺസൾട്ടേഷൻ ഇപ്പൊ നിങ്ങൾ ലൈവായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ശരി, അപ്പോൾ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 5 കാര്യങ്ങൾ കസ്റ്റമേഴ്സ് ബന്ധപ്പെട്ട 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, എന്താണ് സത്യങ്ങൾ, എന്താണ് ഫാക്റ്റുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് 5 കാര്യങ്ങളെടുത്ത് നമ്പർ 1 എന്ന് പറയുന്നത് ഫാക്റ്റ് ആണ്. സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തത് അവന്റെ ഒപ്പീനിയൻ മനസ്സിലാക്കാൻ പറ്റും. അവൻ എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ. നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കണം. ഒപ്പീനിയൻ എന്താ, അഭിപ്രായം എന്താണ്, അവൻ ചിന്തിക്കുന്ന രീതി എന്താണ് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ബേസിക്കലി. മൂന്നാമത്തെ കാര്യം അവന്റെ ആവശ്യം മനസ്സിലാക്കാൻ പറ്റും, നീഡ് മനസ്സിലാക്കാൻ പറ്റും. ആവശ്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താണ്, ആവശ്യത്തിനനുസരിച്ച് സംസാരിക്കാൻ നമുക്ക് പറ്റില്ലേ? നാലാമത്തത് പ്രോബ്ലംസ് സംസാരിക്കാൻ പറ്റും. പ്രോബ്ലംസ് മനസ്സിലാക്കാൻ പറ്റും. അവൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടോ, ചലഞ്ചസ് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഞ്ചാമത്തെ അവന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റും. അവൻ എന്താണ്, അവന്റെ ഒരു എന്താ പറയാ ഫീലിംഗ് എന്താണ്, അത് എന്തോ ആയിക്കോട്ടെ, സങ്കടമോ സന്തോഷമോ അല്ലെങ്കിൽ ഏത് വികാരവും ആയിക്കോട്ടെ, ആ വികാരത്തിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഈ 5 കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവനനുസരിച്ചിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ മറ്റേ ഭാവന എന്ന് പറയുന്ന കഥാപാത്രം വന്നിട്ട്, ജയറാമിന്റെ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് പറയുന്നില്ല, ഒന്ന് വിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അതായത് ഫേസ് ഇത് ചെയ്യുന്നതിനെ തല എന്താ മസാജർ ആണെന്ന് പറഞ്ഞിട്ട് ഓർമ്മ കൂടുമെന്ന് പറഞ്ഞു വെക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? അതൊരു റോങ് വേ ഓഫ് സെല്ലിംഗ് ആണ്. പക്ഷെ അതാണ് അവിടെ അയാൾക്ക് വേണ്ടത് എന്താണ്, അയാൾ ഒരു ചിന്തിക്കുന്ന, സ്ക്രിപ്റ്റ് എഴുതുന്ന, ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അവർക്ക് ഓർമ്മകൾ വരണം, ചിന്തകൾ വരണം, അത് ഉണർത്താനുള്ളതെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കസ്റ്റമർ അങ്ങനെയാണ്, എന്താ സാധനം എന്ന് പോലും നോക്കാതെ വാങ്ങിക്കോളും. അപ്പൊ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ പറയുന്ന 5 കാര്യങ്ങൾ മനസ്സിലാക്കാനായിരിക്കണം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം നിങ്ങളുടെ ഉള്ളിൽ വേണം. ചോദ്യങ്ങൾ ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ആളുകൾക്ക് പലർക്കും അറിയില്ല എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത്. അതിന് നമ്മൾ പറയാ പോഗോ ക്വസ്റ്റ്യൻസ് എന്നാ പറയാ. പോഗോ പലതരത്തിൽ പറയുന്നുണ്ട്, പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പോഗോ ക്വസ്റ്റ്യൻസ് ആണ്. POGO. നമ്മുടെ പിള്ളേര് കാണുന്ന ചാനലില്ലേ, പോഗോ ചാനൽ? ചില അമ്മമാർക്കൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും അല്ലെ പോഗോ ചാനൽ കണ്ടിട്ട്. കുട്ടികൾ കൊച്ചു TV പോഗോ ചാനൽ ഇത് മാത്രമേ പിള്ളേര് കാണുള്ളൂ. നമ്മളൊക്കെ അതിന്റെ ആരാധകരായിട്ടുണ്ടാവും ബേസിക്കലി. എന്റെ മക്കള് അതിന്റെ ആരാധകരായിരുന്നു. അതുകൊണ്ട് കുറെ കാലം അത് മാത്രം കാണേണ്ട വന്ന അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പോഗോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. ഈ P4 എന്താ വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ്. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ. പേരെന്താണ്, സ്ഥലം എവിടെയാണ്, എവിടുന്നാണ് വരുന്നത്, എത്ര കാലമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കാലമായിട്ട് നിങ്ങൾക്ക് ഇതുണ്ട്, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി. P എന്ന് പറയുന്നത് പേഴ്സണൽ. നമുക്ക് അതിന് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്കിന്നി ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ പറ്റും. സ്കിന്നി ക്വസ്റ്റ്യൻസ് എന്താ വെച്ചാൽ തൊലിപ്പുറത്തുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ അർഷാദിന്റെ പേരെന്താണ്, അർഷാദ് എവിടുന്നാ വരുന്നത്, അർഷാദിന്റെ കമ്പനി എന്താ ചെയ്യുന്നത്, അങ്ങനത്തെ പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ. എവിടെ മാരീഡ് ആണോ, അല്ലെങ്കിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. ദാറ്റ്സ് കോൾഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തത് ഓർഗനൈസേഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓർഗനൈസേഷണൽ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവര് ഒരു B2B ബിസിനസ് ആണ് നടക്കണമെന്ന് വെക്കുക. ഇപ്പൊ അർഷാദിനെയൊക്കെ സംബന്ധിച്ചോളം B2B ബിസിനസ് ആണ് നടക്കുക. അവിടെ ഓർഗനൈസേഷനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ, കമ്പനിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഒരു പേഴ്സൺ ആണ്, ഇപ്പൊ സുബിത ചെല്ലുന്നത് ഒരു B2C ആണ്. അപ്പൊ അവിടെ അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന അവര് റിലേറ്റീവ്സ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെ ചെയ്യുന്നത്, മറ്റുള്ള ആളുകൾ, ഹസ്ബൻഡിന്റെ ജോലി എന്താ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഉണ്ടോ, ഫാമിലി സെറ്റപ്പ് എങ്ങനെയാണ്, അവരുടെ ഒരു ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും, ഒരു ഇൻകം എങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് ഈ ഓർഗനൈസേഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ കുറച്ചും കൂടി പറയുകയാണെങ്കിൽ ബോൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത്. അടുത്തത് വരുന്നത് ഗോൾ ഓറിയന്റഡ് ആണ്. അവർക്ക് എന്താണ് ആക്ച്വലി ആവശ്യം, അവർക്ക് എന്താണ് ഔട്ട്കം വേണ്ടത്,
അവർക്ക് എന്താണ് ഇതിൽ റിസൾട്ട് വേണ്ടത്, അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് എന്ത് ഗോൾ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഗോൾ അതായത് എന്താണ് ലക്ഷ്യം. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആരാണ് ഒരാൾ പറയും, ഓക്കെ എപ്പോഴും ഞാൻ ഓരോരുത്തരെ ഇപ്പോൾ അഭിരാഗ് എന്താ അഭിരാഗ് ബിസിനസ് ഒന്ന് പറഞ്ഞേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തപ്പാ, ഇന്നലെ തൊട്ട് കാണുന്നുണ്ട് അഭിരാഗിനെ, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരണോ? പറഞ്ഞോ, പറഞ്ഞോ. സാറേ ഞാന് ഐസ്ക്രീമിന്റെ പരിപാടി. ഐസ്ക്രീമിന്റെ പരിപാടിയാണ്. എവിടെയാണ് വീട്? എവിടെയാ? ഞാൻ കോഴിക്കോട് വടകരയാണ് സാർ. വടകര. എന്താ ബിസിനസ് എന്താണ്? ലൈക്ക് എവിടേക്കാണ്, ലൈക്ക് എവിടെയാണ് ഓഫീസ്? കമ്പനി അവിടെ തന്നെ വടകരയിലാണോ? അല്ല, കമ്പനി ആയിട്ട് ചെയ്തില്ല. ഇപ്പൊ ഒരു LLP സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് മാനുഫാക്ചറിംഗിലേക്ക്. ഇപ്പൊ നിലവിൽ ഐസ്ക്രീം ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടും അല്ലാതെ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്, കുറച്ച് അത്യാവശ്യം ആൾക്കാർ വരുന്ന അവിടെ, പിന്നെ ഉത്സവത്തിന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ വാഹനങ്ങൾ വെച്ചിട്ടാണോ ചെയ്യുന്നത്? അതെ, ഇപ്പൊ ഇനിയിപ്പോ അത് ഫുഡ് ട്രക്ക് മാതിരിയാണ് ചെയ്യുന്നത്. എന്റെ ചോദ്യം എന്താ, അഭിരാഗ് എന്തുകൊണ്ട് ഒരു LLP തുടങ്ങാൻ തീരുമാനിച്ചത്? വാട്ട് വാസ് ദ റീസൺ? കുറച്ചുകൂടി പേഴ്സണലി വലിയൊരു ലയബിലിറ്റി കാര്യങ്ങളൊന്നും നമ്മൾ പേഴ്സണലി വരുന്നില്ല. പിന്നെ കുറച്ച് ലാർജ് സ്കെയിലിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസിയാന്നുള്ളത് കൊണ്ട് LLP-യിലേക്കും. ഇത് ആരാ പറഞ്ഞത് പേഴ്സണലി വരുന്നില്ല LLP എന്നുള്ളത്? ഏത് ബിസിനസ് ക്ലാസ് അത് മനസ്സിലാക്കിയത്? ഞാനിത് ജസ്റ്റ് സാധാരണ ഒരു പഠനം വെച്ചിട്ടുള്ള അറിവ് വെച്ച് നോക്കിയതാണ്. ഓക്കെ, ഞാൻ ചോദിച്ചോട്ടെ, എത്ര രൂപയുടെ ടേൺ ഓവറാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് തുടക്കത്തില്? നിലവിൽ ഞാൻ ടേൺ ഓവർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം നമുക്കിപ്പോ നിലവിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ ഐസ്ക്രീമിലാണ്. പിന്നെ ജസ്റ്റ് ഒരു ഗ്രോസറി ഷോപ്പ് റൺ ചെയ്തായിരുന്നു. അങ്ങനെ ജസ്റ്റ് ചെയ്ത സമയത്ത് സ്റ്റാർട്ടിങ് അങ്ങനെ പ്ലാനിങ് ആയിട്ട് ചെയ്തതല്ല, ജസ്റ്റ് ഒരു ചെറിയ പ്രോഡക്റ്റ് ഇറക്കി സ്റ്റാർട്ട് ചെയ്ത് ചെറിയ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ്. അപ്പൊ ഈ സ്റ്റെപ്പ് ആയിട്ട് പ്ലാൻ ചെയ്ത് താങ്കൾ എന്തുകൊണ്ടാണ് ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാതെ നിങ്ങൾ എന്തുകൊണ്ട് LLP പ്ലാൻ ചെയ്തു? LLP കുറച്ചുകൂടി സേഫ് ആണ്. പിന്നെ ആരാണത് പറഞ്ഞത്? അങ്ങനെയൊക്കെ എന്ത് ചെലവ് വരും അറിയോ താങ്കൾക്ക് അതിനെ കുറിച്ചിട്ട്? എത്ര ചെലവ് വരും LLP സ്റ്റാർട്ട് ചെയ്യാൻ? CA ഉള്ളൊരു ആളായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 20,000 അറൗണ്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ബിസിനസിന്റെ ഒരു വിഷൻ എന്താണ്? എത്ര ഒരു വർഷം കൊണ്ട് എന്ത് ടേൺ ഓവർ പ്ലാൻ ചെയ്യുന്നു? വർഷം കൊണ്ട് നിലവിൽ ടേൺ ഓവർ ആയിട്ട് നമ്മൾ എത്ര ടേൺ ഓവർ എന്നുള്ളതല്ല, ഒന്നാമത് തന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എന്റെ കയ്യിലുള്ള ഒരു പൈസയും ഈ ഒരു ഐസ്ക്രീം കിട്ടുന്ന പൈസ വെച്ചിട്ട് പ്രൊഡക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള, അല്ലാണ്ട് വലിയ രീതിയിൽ ഏത് രീതിയിലാണ് നിങ്ങൾ പ്രൊഡക്ഷൻ നിങ്ങൾ തന്നെ ചെയ്യാണോ, അതോ വൈറ്റ് ലേബലിംഗ് ചെയ്യാണോ, അതോ നിങ്ങൾ വേറെ ആളുകൾക്ക് ലൈക്ക് ഏതൊക്കെ ഏരിയയിലാണ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ചെയ്യുന്നത്? നിലവിൽ സ്റ്റാർട്ടിങ് നമ്മളൊരു പ്രദേശത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത്, കാരണം സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് വലിയൊരു മെഷീനറീസ് കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹോം ടൗൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വടകര അറൗണ്ടിൽ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരുവിധ എല്ലാ ബേക്കറി ഷോപ്പുകളിലുള്ള ആ രീതിയിൽ ഡെസേർട്ട് ആയിട്ടാണ് ആദ്യം പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല, ഞാൻ എന്റെ സിസ്റ്റർ ഇപ്പം കമ്പനി സെക്രട്ടറി ആയിട്ട് പഠിക്കുന്ന, അവള് ഒരു ഡമ്മി പാർട്ണർ എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് LLP എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫുഡ് ട്രക്ക് ആയിട്ട് ഐസ്ക്രീമിന്റെ ഇതിപ്പോ നിലവിൽ ഇപ്പൊ ഒരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്, ട്രേഡ് മാർക്ക് കൊടുക്കാൻ പോവാണ്. അതിപ്പോ എടുത്തിട്ട് ഫുഡ് ട്രക്ക് ആയിട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഐസ്ക്രീമിന്റെ. അതെ. അപ്പൊ നിങ്ങൾ റൺ ചെയ്തിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്ത് പോയിട്ടാണോ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, നമുക്കിവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് വരുന്നുണ്ട്, അത്യാവശ്യം ആൾക്കാർ. എത്ര ഫുഡ് ട്രക്ക് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഏരിയയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്? നിലവിൽ ഒരൊറ്റ ഫുഡ് ട്രക്ക് ആയിട്ട് നമുക്ക്, എന്റെ കയ്യിൽ ഇപ്പൊ ഒരു വണ്ടി ഉണ്ട്. ഇപ്പൊ അതിലാണ് ഇപ്പൊ നിലവിൽ ഐസ്ക്രീം റൺ ചെയ്യുന്നത്. അപ്പോ നിലവിൽ അതിൽ തന്നെ ഫുഡ് ട്രക്ക് ആയിട്ട് ചെയ്ത്, പിന്നെ ബാക്കിയുള്ളത് സ്റ്റെപ്പ് ആയി ചെയ്യാനുള്ള പ്ലാനാണ്. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. ഇപ്പൊ ഏകദേശം ഐസ്ക്രീമിൽ ഏകദേശം 4 കൊല്ലമായി. 4 കൊല്ലത്തെ ഐസ്ക്രീം സെല്ലിങ്ങിൽ 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ആവറേജ് ഒരു ദിവസം എത്ര വരുമാനം വരുന്നുണ്ട് ആവറേജ്? ഞാൻ പറയുന്നത് ടേൺ ഓവർ അല്ല, പ്രോഫിറ്റ് നമുക്കിപ്പോ വീക്കെൻഡിൽ കുറച്ച് അത്യാവശ്യം നല്ല സെയിൽസ് ഉണ്ടാവും. അല്ലാതെ ഒരു 1,500 2,000 അറൗണ്ട് ആരെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വല്ലവരും ഉണ്ടോ? ഇല്ല, ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് അല്ലാതെ ഫ്രീസറൊക്കെ എടുത്ത് അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്ത്, പിന്നെ ഇപ്പൊ 2 കൊല്ലമായി വണ്ടി എടുത്തിട്ട്
ആ രീതിയിൽ സ്റ്റെപ്പ് ആയിട്ട് പോവാണ്. ഡയറക്റ്റ് ഇൻവെസ്റ്റിംഗ് ആയിട്ടല്ല, ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഇതില്ലാത്തത് കൊണ്ട് സ്റ്റെപ്പായി പോകുന്നത് നല്ലത്. അഭിരാജ് എന്നെ ഒന്ന് വിളിക്കണം. ഓ സാർ. ഓക്കെ, അഭിരാജ് എന്നെ ഒന്ന് ഓക്കെ. വിളിക്കണം. അഭിരാജ് sure. കുറച്ച് കാര്യങ്ങൾ അഭിരാജിന് തെറ്റായ ഇൻഫർമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത കുറെ ക്ലാരിറ്റി ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അഭിരാജ് Okay. നിർബന്ധമായിട്ട് അത് മാറ്റണം. sure. ഏറ്റവും വലിയ പ്രശ്നം, ഞാനത് പരസ്യമായിട്ട് ഇവിടെ താങ്കളെ ഉദ്ദേശിച്ചിട്ട് മാത്രമല്ല, ഞാൻ പറഞ്ഞ പല ആളുകൾ ഉദ്ദേശിച്ചിട്ടാണ്. യു ഡോണ്ട് സ്റ്റാർട്ട് LLP നൗ. നിങ്ങൾ ഇപ്പൊ LLP തുടങ്ങരുത്. ഓക്കെ. എന്തുകൊണ്ട് LLP തുടങ്ങരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തുടങ്ങാൻ അത് വളരെ ഈസിയാണ്. 10-25,000 രൂപ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഓക്കെ. LLPയോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ഒക്കെ തുടങ്ങാൻ ഈസിയാണ്. Yes, നിങ്ങൾ ഈ പറയും നമ്മൾക്ക് ബാധ്യതയൊന്നും വരില്ല, അതൊക്കെ വെറുതെയാണ്. ബാധ്യത എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആൻഡ് അനദർ എൻറ്റിറ്റി, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഡയറക്ടർക്കും അതിൻ്റെതായ പൂർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് 20,000 രൂപയ്ക്ക് തുടങ്ങേണ്ട കമ്പനി നിങ്ങൾ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനിയായിട്ട് തുടങ്ങാൻ പറ്റും. അത് നിങ്ങളൊരു നിലവിലിപ്പോ ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞ ഗ്രോസറി ഷോപ്പ് റൺ ചെയ്തായിരുന്നു. അപ്പൊ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ജസ്റ്റ് ഈ ഒരു കമ്പനി എന്നുള്ളൊരു കമ്പനി ബിൽഡിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു സീസൺ സമയത്ത് എനിക്ക് അതിൽ കൂടി ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടില്ല. കാരണം ഇപ്പോ ജസ്റ്റ് ഒന്ന് ഗ്രോസറി ഷോപ്പ് ആയിട്ട് റൺ ചെയ്ത് നോക്കി, ഫ്ലോപ്പ് ആണ് സംഭവം. ചെറിയ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫാമിലി ഇമോഷൻ ആയാലും പറഞ്ഞില്ലേ, ആ ഒരു ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്ത സമയത്താണ് ആ ഒരു പ്രശ്നം വന്നത്. കാരണം ഫാമിലിയുള്ള റൺ ചെയ്യാൻ കൊടുത്തത്, മീൻസ് ഒരു പറമ്പിൽ ആ ഒരു രീതിയിൽ ചെയ്തത്. പിന്നെ അവർക്ക് പണിയില്ല. ആ ഒരു പറഞ്ഞ സമയത്ത് തന്നെ ഇത് പറയാൻ പറ്റില്ല. ആ ഒരു ഇമോഷൻ പുറത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അത്. അവർക്കൊരു ജോലിയാവും ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിപ്പം ജസ്റ്റ് ആ ഒരു അതേ ഒരു പ്രോബ്ലം വന്നിട്ട് അതിപ്പോ സ്റ്റക്ക് ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു പ്രൊഡക്ഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ഒരു ഇതിന്റെ അവസ്ഥ വെച്ച് രണ്ടും കൂടി റൺ ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ തുടങ്ങിയത്. അപ്പൊ അതിപ്പോ സ്റ്റോക്ക് ആയിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ അത് ഡയറക്റ്റ് പ്രൊഡക്ഷനിലേക്ക് മാറ്റാൻ പോവാ രീതിയിലാണ് വരുന്നത്. അഭിരാജ് ഒറ്റ സെക്കൻഡ്, ആരോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അഭിരാജ് എനിക്ക് പറയാം, അഭിരാജ് ഇപ്പൊ ചെയ്യുന്ന അഭിരാജ് എന്നല്ല, അഭിരാജിനെ പോലെ ഇവിടെ പലരും, ഞാൻ അഭിരാജിനെ അല്ല കേട്ടോ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അഭിരാജ് ഒരു 3 മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. അതിലത്തെ ഏറ്റവും വലിയ ആദ്യത്തെ മിസ്റ്റേക്ക് ആണ് നിങ്ങൾ കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ, അത് ആരോ നിങ്ങളെ പറഞ്ഞ്, മേ ബി അവന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ആരോ പറഞ്ഞ് നിങ്ങളെ ഇതിരിക്കണം. അത് ആരാന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ യു നീഡ് ഒരു ഉദ്യമ ആധാറൊക്കെ എടുത്ത ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് കമ്പനി, നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് KSwift എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ, കേരള സർക്കാരിന് അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. അഡ്രസ്സിൽ, ഈവൻ വീട്ടഡ്രസ്സിൽ പോലും നിങ്ങൾക്ക് അതിന്റെ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. LLP ആണെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല, കുറച്ച് ചെലവുണ്ട്. ഓൾറെഡി എടുത്തിട്ടുണ്ട് സാർ. എന്നാൽ അതിന്റെ പേരിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുന്നതിൽ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ട്രക്കാണ്, അതുപോലെ തന്നെ ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത്. ഇതിനൊരു നിങ്ങൾ കൃത്യമായിട്ട് സ്വന്തമായിട്ട് ഇരുന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഈ പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. ഫുഡ് ട്രക്ക് ഓൾറെഡി റണ്ണിങ് ആണ്. ഫുഡ് ട്രക്കിന്റെ ഓൾറെഡി റണ്ണിങ് ആണ്. കാരണം ഈ ഐസ്ക്രീമിന്റെ ഇപ്പൊ നിലവിൽ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥലത്ത് തന്നെ അതിനെ ഫുഡ് ട്രക്ക് ആക്കി ഇപ്പൊ നിലവിൽ ഐസ്ക്രീം മാത്രമാണ് ചെയ്യുന്നത്. അതിൽ കുറച്ചുകൂടി ഐറ്റംസ് കയറ്റി, കുറച്ച് ഡെസേർട്ട് ഐറ്റംസ് കയറ്റി ഒരു ബ്രാൻഡ് ആയിട്ട് ഫുഡ് ട്രക്ക് ആയിട്ട് തന്നെ റൺ ചെയ്യാൻ പോകുന്നത്. ഒരു സൈഡിൽ അതങ്ങനെ നടക്കുന്നുണ്ട്. അതിപ്പോ നിലവിൽ ഇപ്പൊ ഞാൻ ഐസ്ക്രീമിന്റെ ഏകദേശം 4 കൊല്ലമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ ജസ്റ്റ് ഫുഡ് ട്രക്ക് ആയിട്ട് ഓർഡർ ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഷോപ്പാണ് മെയിൻ ആയിട്ട്. ഷോപ്പിൽ നിന്ന് കാരണം ഈ ഈവനിങ് ടൈമിലാണ് എന്ത് വരുന്നത്, ഐസ്ക്രീമിന്റെ വരുന്നത്. അതിന്റെ കൂടെ ഡിസ്ട്രിബ്യൂഷൻ ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ നിങ്ങൾ തന്നെ ചെയ്യണോ അതോ വേറെ എടുക്കണോ? ഇല്ല, നിലവിലിപ്പം പ്രൊഡക്ഷൻ ഇല്ല. നിലവിലിപ്പം ഐസ്ക്രീം ചെയ്യുന്ന ലാസ എന്ന് പറയുന്ന കമ്പനിന്റെ ഐസ്ക്രീം ചെയ്യുന്നത്. അതിന്റെ ഇതിലാണ്. അല്ല, ഇപ്പൊ നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ പ്രൊഡക്ഷൻ നിങ്ങൾ തന്നെയാണോ? പ്രൊഡക്ഷന്റെ ഇപ്പൊ നിലവില് പ്ലാൻ ചെയ്തിട്ടില്ല. പ്രൊഡക്ഷനിലേക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഐസ്ക്രീമിന്റെ പ്രൊഡക്ഷൻ അല്ല ഇപ്പൊ നിലവിൽ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ LLP ആയിട്ട് തുടങ്ങുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്, ഈ ഡിസ്ട്രിബ്യൂഷനും മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, പ്രൊഡക്ഷൻ ആണ്. കാരണം ഈ ഫുഡ് ട്രക്ക് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വേറെ സൈഡാണ് വരുന്നത്. അത് നിലവിലുള്ള ഒരു ബ്രാൻഡ്, അല്ലാതെ പ്രൊഡക്ഷൻ വേറെ തന്നെ ബ്രാൻഡ് ആയിട്ട് ചെയ്യുന്നു. എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിലും കൃത്യമായിട്ട് ഒരു പ്ലാന്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഓരോ ദിവസം ആക്ടിവിറ്റി എങ്ങനെയാണ്,
എങ്ങനെ കസ്റ്റമറെ കണ്ടുപിടിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങളൊരു കോൺസെൻട്രേഷൻ കൊടുക്കണം. ഓക്കെ. മൂന്നാമത്തത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപയുടെ കച്ചവടം ഒരു വർഷം വേണം എന്നുള്ളതിന്റെ ഒരു പ്ലാന്, അത് ഏതൊക്കെ പ്രൊഡക്റ്റിൽ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ ക്ലിയർ ചെയ്യും. മനസ്സിലായില്ലേ? ഓക്കെ. ഇത് നമ്മൾ എന്താ പറയാ, മനസ്സിൽ കൂട്ടിക്കഴിച്ചിട്ട് എന്താ പറയാ മനപ്പാഠം പഠിക്കേണ്ട പരിപാടി അല്ല. ഇത് പ്രാക്ടിക്കൽ സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ പ്രോസസ്സ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ. അപ്പൊ അഭിരാജ് ഒന്ന് കണക്ട് ചെയ്യ്, ഫ്രീ ആവുന്ന സമയത്ത് നിന്ന് കണക്ട് ചെയ്യ്. എനിക്കൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അപ്പൊ സംസാരിക്കാം കേട്ടോ. യെസ്, അർഷാദിന് ഒരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. അർഷാദ് ചോദിക്കാം. അർഷാദ്. അതെ, നമ്മുടെ ഈ ഒരു ഏകദേശം എനിക്കൊരു 4 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു ടോട്ടലി ആയിട്ട്. ഏകദേശം ഫസ്റ്റില് ഒരാളുണ്ടായിരുന്നു, പിന്നെ 2 പേരായി, പിന്നെ ലാസ്റ്റ് ഒരു പേരും കൂടെ, എല്ലാവരും ഞാൻ ഒഴിവാക്കി. ആ ഒരു പാർട്ണർ എന്നുള്ളത് ഞാനൊരു റിലേറ്റഡ് കോളേജിൽ പഠിച്ച ആളുകളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള എനിക്ക് പിന്നീട് മനസ്സിലായി. കാരണം നമ്മളിപ്പോ ഒരു സോളോ ആയിട്ട് എടുക്കുന്ന റിസ്കിനെക്കാളും കൂടുതൽ ഡിവൈഡും കാര്യങ്ങൾ ചെയ്യുക പാർട്ട്നേഴ്സിനായിരിക്കും. അപ്പോൾ അത് ഓക്കെ അല്ലാത്ത കാരണത്താല് അതെങ്ങനെയാണ് ഒരു പാർട്ണറെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയേഴ്സ് ഒരു ഇതുണ്ട്, ഒരു ഐഡിയ. പാർട്ണറെ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത്. സെലക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ. എന്താണ് നിങ്ങൾ ഒരു പാർട്ണറെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാർട്ണർ എന്ന് വെച്ചാൽ നമ്മുടെ സെയിം വിഷൻസ് ആയിരിക്കണം. അതായത് ഒരു കമ്പനിയുടെ ഒരു ഗോൾ ഇത്ര ടൈം പീരീഡ്, അതായത് ഒരു 6 മന്ത് ആണെങ്കിലും 1 ഇയർ ആണെങ്കിലും ഒരു ടൈം പീരീഡ് ഇത്ര ഒരു പ്രോഫിറ്റബിൾ ആക്കണം, അല്ലെങ്കിൽ ഇത്രത്തോളം ബിസിനസ് സ്കെയിലപ്പ് ചെയ്യണം. ഇപ്പോഴുള്ള ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലോട്ട് സ്കെയിലപ്പ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാന്നുള്ള എല്ലാ വിഷൻസും ഒരു പാർട്ട്നേഴ്സിന് അറിയണമല്ലോ. പിന്നെ ഒരു ടീം മാനേജ്മെന്റ് മസ്റ്റ് ആണ്, ക്ലയൻസിനായിട്ട് ലീഡ്സ് മസ്റ്റ് ആണ്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ്, കമ്പനിക്ക് മെയിൻ വേണ്ടത് ഒരു മാർക്കറ്റിംഗ് കേസാണ്. അപ്പൊ മാർക്കറ്റിംഗ്, ലീഡ് ജനറേഷൻസ്, സെയിൽ ക്ലോസിങ്, അതുപോലെ ടീം മാനേജ്മെന്റ് വേറൊരു സെക്ടർ തന്നെയാണ്. ഇപ്പൊ ഒരു ദിവസം ഒരു വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കും. കാരണം ടീം മാനേജ്മെന്റ് ഉള്ള മസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു എല്ലാ രീതിയിലും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആളെ കിട്ടണം. പക്ഷെ നമ്മൾ എടുക്കുന്ന ആളുകളാണെങ്കിലും ഓക്കെ കിട്ടണില്ല. അപ്പൊ താങ്കളുടെ പണി എന്താണ് ഇതൊക്കെ അവര് ചെയ്യണമെങ്കിൽ? അതെ, ഞാനാണ് അതൊക്കെ ചെയ്യുന്നത്. ഞാൻ മീൻസ് നമ്മളൊരു സെയിം പറയട്ടെ, അതായത് ഒരു റെസ്പോൺസിബിലിറ്റി കിടക്കുന്ന ഡിവൈഡ് ചെയ്തിട്ട് 2 പേർക്കും കൂടി ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി എനിക്ക് കൂടുതൽ കാര്യം ചിന്തിക്കാൻ, അവർക്കും കൂടുതൽ കാര്യം ചിന്തിക്കാനും പറ്റില്ലോ. ഐ മീൻ, ഞാനൊരു കാര്യം പറയും, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു നിഷ സദാശിവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു സാരി എടുത്തൊരു പെങ്കൊച്ചിനെ ഇവിടെ കാണാം. ആണ് എന്റെ പാർട്ണർ, എന്റെ ഡയറക്ടറാണ്. എന്റെ ഡയറക്ടറെ ഞാൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില കാര്യങ്ങളിൽ ഞാൻ വീക്കാണ്. ഞാൻ അംഗീകരിക്കണ എനിക്ക് അവിടെ ഉണ്ട് ഓക്കെ. ഞാൻ ചില കാര്യങ്ങളിൽ വീക്കാണ്. അത് എന്തൊക്കെ കാര്യങ്ങളെ വീക്ക് വെച്ച് കഴിഞ്ഞാൽ, ഫിനാൻസ് കാശ് ചോദിക്കാനും കാശ് ഡീലിങ്സിന് ഞാൻ വളരെ കുറച്ച് വീക്കാണ്. അറിയില്ലെന്നല്ല, വീക്കാണ്. ഓക്കെ. പ്രത്യേകിച്ച് കാശ് ചോദിക്കുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. പിന്നെ ടീം മാനേജ്മെന്റിൽ ഞാൻ കുറച്ച് ഇമോഷണൽ ആയിരുന്നു. ഇപ്പോഴല്ല, പണ്ട് കുറച്ച് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനിയാവും, ഭയങ്കര പാർട്ടി, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സമയത്താണ് നിഷ എൻ്റെ അടുത്ത് വരുന്നത്. നിഷ ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റാ. പൈസ ചോദിക്കാൻ ഒരു മടിയില്ല. പലരും കണ്ണു ചോരയില്ലാത്തവളെന്ന് വിളിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തത്, ഈ പറഞ്ഞ പോലെ ടീമിനെ മാനേജ് ചെയ്യാൻ ഒരു പേടിയില്ല. നിഷ വരുന്ന സമയത്ത് മറ്റേ കാലിൽ പാദസരത്തിന് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ മറ്റേ നാഗവല്ലി വരുന്നു എന്നാ പറയല്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഞാൻ എന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിൽ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ആളെയാണ് ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് എനിക്കൊരു KRA ഉണ്ട്. എന്താ KRA? കീ റെസ്പോൺസിബിൾ ഏരിയ. അവർക്കും ഉണ്ടാവണം. രണ്ടും ഒന്നാവരുത്. 2 ആൾ മാർക്കറ്റിംഗ് മാത്രം ചെയ്യുന്ന ആളാണെങ്കിൽ ഓപ്പറേഷൻസ് നടക്കൂല. ഒരാൾ ഓപ്പറേഷൻസ് ചെയ്യുന്ന ആളാണെങ്കിൽ നല്ലത്, മറ്റാൾ മാർക്കറ്റ് ചെയ്യുന്ന ആളാണ് നല്ലത്. എന്നിട്ട് കൂടെ ഇരുന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മിഷനൊക്കെ ഒപ്പം വരും. അല്ലാണ്ട് ഈ വിഷനിന് അതേപോലെ വിഷനുള്ള ആളുകളെ കിട്ടാൻ നല്ല പാടായിരിക്കും. ഒരേപോലെ വിഷനുള്ള ആളെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയാം? തുടക്കത്തിൽ തന്നെ പിന്നെ അവര് നിങ്ങളെ പോലെ വേറെ പാരലി കമ്പനി തുടങ്ങും. മനസ്സിലായില്ലേ? കാരണം ഇത് ഈസിയാന്ന് മനസ്സിലാവും. നിങ്ങൾ അറിയുന്ന പണിയൊക്കെ അവർക്കും അറിയാലോ. മനസ്സിലായില്ലേ? അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് പാർട്ട്നേഴ്സിനെ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതിനൊക്കെ നമ്മൾ ട്രെയിനിങ്സുകൾ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറണ്ട. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? ചോദ്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി അഭിരാജിനോട് ചോദിച്ചത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അഭിരാജിന് എവിടെയാ വീട്, എന്താ വീട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിന്റെ കമ്പനി ഇപ്പൊ എന്താ ചെയ്യുന്നത്, കറന്റ് സിറ്റുവേഷൻ അറിയാൻ ഓർഗനൈസേഷണൽ ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നെ എന്താണ് വിഷൻ, എന്തൊക്കെയാണ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്, എവിടെ എത്തണം എന്നുള്ളതാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഗോൾ ഓറിയന്റഡ് ചോദ്യം ചോദിച്ചു. പിന്നെ ഞാൻ ചോദ്യം ചോദിച്ചു എങ്ങനെയൊക്കെയാണ്, എന്താ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഉണ്ടോ, അങ്ങനത്തെ കുറെ ഒബ്സ്റ്റക്കിൾസ് ഓറിയന്റഡ്. 4ാമത്തെ ചോദ്യത്തിന്റെ പേര് ഒബ്സ്റ്റക്കിൾസ് ഓറിയന്റഡ് എന്നാണ്. ഒബ്സ്റ്റക്കിൾസ് പോകോലെ 4ാമത്താണ് ഒബ്സ്റ്റക്കിൾസ്. തടസ്സങ്ങൾ, ചലഞ്ചുകൾ മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ബേസിക്കലി. ഈ 4 ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറുടെ പ്രശ്നങ്ങൾ എന്താണ്, പെയിൻ എന്താണെന്ന് റിവീൽ ആവും. മനസ്സിലായില്ലേ? പക്ഷെ അത് ചോദിക്കണം.
ഞാൻ ഒരിക്കലും പ്ലാൻഡ് ആയിട്ടല്ല ചോദിക്കുന്നത്. ഞാൻ ആദ്യം പേഴ്സണൽ ചോദ്യം ചോദിച്ചു, പിന്നെ ഒബ്സ്റ്റക്കിൾ ചോദ്യം ചോദിച്ചു, ഓർഗനൈസേഷൻ, ഇതൊക്കെ ഓർഡർ വെച്ചിട്ടൊന്നല്ല. ആദ്യം എന്നാ കുറച്ച് ചോദ്യങ്ങൾ, ശ്രീ സാർ പറഞ്ഞു പോകോ ക്വസ്റ്റ്യൻസ്, എന്നാ കുറച്ച് പേഴ്സണൽ, പി ഫോർ പേഴ്സണൽ, എന്നാ കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങൾ, അടുത്തത് കുറച്ച് ഓർഗനൈസേഷൻ ചോദ്യം. അങ്ങനെയൊന്നല്ല. ഇതിൽ 4 ചോദ്യങ്ങൾ ഉണ്ടാവണം, 4 ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവണം. അത് ഇതൊക്കെ ഉണ്ടാവേണ്ടത്, അത്രേ ഉള്ളൂ. ക്ലാരിറ്റി വന്നോ? മനസ്സിലായില്ലേ? അപ്പൊ ഇത് നിർബന്ധമായിട്ടുണ്ടാവും. ഈ ഒരു കാര്യം പറയട്ടെ, ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. കുറേ പ്രസന്റേഷൻസ്, കുറേ സെയിൽസ് പ്രസന്റേഷൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത്രയൊക്കെ സെയിൽസ് പഠിപ്പിക്കുന്ന ആളാണ്. എന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചിലർ ചോദിക്കാറുണ്ട്, ഒരു സാധനം ഉണ്ട് വിറ്റ് തരുമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയട്ടെ, ഞാനും ഭയങ്കര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല. സെയിൽസിൽ 10 എണ്ണത്തിൽ ചിലപ്പോൾ 1 ക്ലോസ് ആവുള്ളൂ. അത് തെറ്റല്ല. സെയിൽസ് നമ്മൾ പിച്ച് ചെയ്യാണ് ചെയ്യുക, പ്രോസ്പെക്റ്റിംഗ് ചെയ്യാണ് ചെയ്യുന്നത്. അവനത് ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ പ്രസന്റേഷൻ നടത്തുന്നത്. അപ്പൊ നമ്മൾ നടത്തിയ എല്ലാ പ്രസന്റേഷൻസും വിജയമാവണമെന്നൊന്നും തീരുമാനിക്കരുത്. പലർക്കുള്ള പ്രശ്നം എന്താ പറയുക, 2 എണ്ണം 3 എണ്ണം കഴിഞ്ഞാൽ ആകെ മടുക്കും, പ്രാന്ത്, ഇത് ഈ പ്രൊഡക്റ്റ് ഒരാൾക്ക് വേണ്ടെന്ന് തോന്നുന്നു, ഇത് ഞാൻ എടുത്ത് തെറ്റായി, ഇത്രയും കാശ് ഞാൻ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെ ടെൻഷനാണ്. പിന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പിടിക്കാനുള്ള പരിപാടിയാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 30,000 രൂപ ഇട്ടിട്ടുണ്ട്, ആ 30,000 എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ്. അതെന്തിനാ? നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. ഞാൻ പറയല്ലോ, ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ, എൻ്റെ രാവിലെ 6 മണിയുടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയുക, ഇത് നിങ്ങളൊരു ചെലവായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരരുതെന്നാ പറയുക. ഇതൊരു ചെലവായിട്ടാണെങ്കിൽ മാസം 2,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 10,000, 20,000, 30,000 രൂപ അടയ്ക്കണമെന്ന് പറയുമ്പോൾ അതൊരു ചെലവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് കം ടു മീ. നിങ്ങൾക്ക് ഞാനും കൂടി തമ്മിൽ മാച്ച് ആവൂല. നിങ്ങൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു ഓഫീസ് എടുക്കാൻ, നിങ്ങളുടെ മറ്റേ സിസ്റ്റം വാങ്ങാൻ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ചെലവഴിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് ചെലവഴിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റാണ്. ഇന്നിപ്പോ ഇവിടെ നിങ്ങൾ 1 മണിക്കൂർ ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ, സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞാനത് പറഞ്ഞില്ല, വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവരെ എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ പറയാൻ കാരണം വളരെ സിമ്പിൾ ആണ്. അവരുടെ ഫുൾ ടൈം എന്റെ മുന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. മറ്റവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട് കുറെ പേര് ഇരിക്കുന്നുണ്ടോ, എനിക്കറിയാം, വീഡിയോ ഓൺ ആക്കാൻ പറ്റാത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷെ ചിലരെന്താ ചെയ്യണറിയോ, ആ ബെഡ് എടുത്തിട്ട് നേരെ ബെഡിന്റെ മുകളിൽ ഇട്ടുണ്ടാവും ഫോൺ. അവിടെ ഇങ്ങനെ ഞാൻ കിടന്ന് ഇങ്ങനെ ചലിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയും കിടന്ന് ഞാൻ ചലിക്കുന്നുണ്ടാവും. എന്താണ് കേട്ടത്, എവിടെയാണ്, പോയിന്റ് ഉണ്ടോ, 5 പോയിന്റ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, 4 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ, ഇതൊന്നും അറിയില്ല. അൾട്ടിമേറ്റ്ലി അവസാനം കഴിയുമ്പോൾ ഒരു പോഹ. ഇത് രീതിയായിരിക്കും. അത് ഒരിക്കലും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഒരു ബിസിനസ്സുകാരൻ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാനൊരു കാര്യം, 12, 14, 15 വർഷമാണ് നിങ്ങൾ ഡിഗ്രി വരെ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10ാം ക്ലാസ് +2 വരെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ അതാണ്. എന്താ? നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എന്നിട്ട് ഫിസിക്സും കെമിസ്ട്രി ഇപ്പോഴും അറിയോ നിങ്ങൾക്ക്? അതൊക്കെ പഠിച്ചതല്ലേ, അറിയോ നിങ്ങൾക്ക്? ന്യൂട്ടന്റെ 3 നിയമങ്ങൾ എന്താന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ന്യൂട്ടന്റെ 3ാം ചലന നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമോ? 1ാം ചലന നിയമം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ബിസിനസ്. ഞാൻ അങ്ങനെ പറയുക. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ന്യൂട്ടന്റെ 1ാം ചലന നിയമം പറയാൻ പറ്റുമോ? 10-12 വർഷം ഫിസിക്സ് പഠിച്ചവരല്ലേ നിങ്ങൾ, സയൻസും ഒക്കെ എല്ലാം അറിയാന്നുള്ളത്. ന്യൂട്ടന്റെ 3ാം ചലന നിയമം, എവറി ആക്ഷൻ ഈസ് ഹാവിങ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അല്ലെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അതറിയാം. എന്നാൽ 1ാം ചലന നിയമം എന്ന് പറയുന്നതിനെ പറയാം, മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം, അതിന് ജഡത്വ നിയമം എന്നാ പറയുക. ലോ ഓഫ് ഇനേർഷ്യ. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തു, അല്ല, പുറത്തു നിന്നൊരു ബലം പ്രയോഗിക്കാത്തടത്തോളം കാലം ജഡത്വാവസ്ഥയിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു വസ്തു അതേ അവസ്ഥയിലും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു അതേ അവസ്ഥയിലും പിന്തുടരുന്നു എന്നാണ്. അതായത് ഇപ്പൊ കച്ചവടത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥിരാവസ്ഥയിൽ ഇരിക്കുക, പുറത്തു നിന്നൊരു തള്ളു വരാത്തോടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നും നടക്കില്ല. എനിക്ക് നന്നാവണം എന്നും എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാറ് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തള്ളാൻ പറ്റുമോ? ഒരു കാറ് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തള്ളാൻ പറ്റുമോ? നിങ്ങൾ എത്ര പിടിച്ച് ബോണറ്റിൽ തള്ളിയാലും കാറ് പോവോ? എന്നാൽ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് കാറിന്റെ പുറത്ത് തള്ളിക്കഴിഞ്ഞാൽ കാറ് പോവും. ഇതാണ് 1ാം ചലന നിയമം. ഇതേപോലെ തന്നെയാണ് ബിസിനസ്സുകാര്. നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് നന്നാവണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് പുഷ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നന്നായിരിക്കും. അതാണ് എൻ്റെ ഡ്യൂട്ടി. അതാണ് മെന്റർ, അതാണ് ബിസിനസ് ട്രെയിനർ, അതാണ് കോച്ച്. പലരും അത് അംഗീകരിക്കുന്നില്ല. കാരണം ശ്രീജിത്ത് കേസ് കാശുണ്ടാക്കാൻ വന്നിരിക്കുന്നവരാണ്. എടാ, നിങ്ങൾ കച്ചവടം ചെയ്യണ കാശുണ്ടാക്കാനില്ല, ഞാനും ചെയ്യണത് ഇതിനെ തന്നെയാണ്. എന്താ സംശയം? പക്ഷെ യു ഹാവ് ടു ഇൻവെസ്റ്റ്. അതെന്തിനാ? നിങ്ങളെ തള്ളാൻ, പുഷ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഞാനത് ടോപ്പിക്ക് മാറിപ്പോയതല്ല. വെരി സീരിയസ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളത് ചെയ്യണം, നമുക്ക് അറിയണം, നമ്മളത് ചെയ്യണം.
അപ്പൊ സെയിൽസ് ചെയ്യല് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യം ചോദിക്കലാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് നാളെ ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് കഥ പറഞ്ഞിട്ട് ഇന്നൊരു കാര്യമില്ല. പോയിന്റ് മനസ്സിലായോ? അഭിരാഗ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഐസ്ക്രീം വാങ്ങാൻ ആള് വന്ന് വാങ്ങിപ്പിക്കാനുള്ള പരിപാടി അവിടെ ഒപ്പിക്കണം. എന്റെ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അത് നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർക്ക് വേണം എന്ന് തോന്നിക്കണം. ഞാൻ സിമ്പിൾ വഴി പറഞ്ഞു തരട്ടെ അഭിരാഗിനെ, ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു തരട്ടെ. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്താണോ നിങ്ങൾ നിങ്ങളുടെ ഐസ്ക്രീം കൊണ്ട് പോകുന്നത്, വണ്ടി കൊണ്ട് പോകുന്നത്, ഫുഡ് ട്രക്ക് കൊണ്ട് പോകുന്നത്? അല്ല അല്ല, ഇപ്പൊ നിലവിലിപ്പം ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കഴിച്ച് ബാക്കിയൊക്കെ സ്ഥിരതയില്ല. ടൂറിസ്റ്റ് പ്ലേസിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ് നിലവിൽ. ടൂറിസ്റ്റ് പ്ലേസിൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അഭിരാഗിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടോ? ആ അതെ. ഉണ്ട്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഇപ്പൊ ഇടുന്നത്? എന്റെ പേഴ്സണൽ അക്കൗണ്ടില് നിലവില് ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. ഇതില് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുഡ് ട്രക്ക് ആയിട്ട് ചെയ്യുന്നതല്ലേ. അതിലിപ്പോ അതിന്റെ പേരിലൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അതിലിപ്പം ജസ്റ്റ് കമ്മിങ് സൂൺ എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ ബ്രാൻഡിങ്ങും ലോഗോസ് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് വരും. ആര് കാണാൻ ലോഗൊക്കെ ആര് കാണാൻ? ഇൻസ്റ്റാഗ്രാം ഒരാളോടും പറയില്ല. നല്ല ഐഡിയ ഞാൻ പറഞ്ഞുതരട്ടെ. നിങ്ങൾ ഓരോ ദിവസവും പോകുന്ന കാര്യത്തിന് വീഡിയോ എടുക്കുക. നിങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, പോകുന്ന വഴിക്കുള്ളത്, ആളുകളെ എന്താ പറയുക, തിരക്കുകൾ, ടൂറിസ്റ്റ് പ്ലേസിലാണെങ്കിൽ ഇന്ന തിരക്കുകളുണ്ട്, ഇന്നത്തെ കാര്യങ്ങളുണ്ട്, കഴിക്കുന്ന ആളുകളുടെ വീഡിയോസ്, നിങ്ങൾ അവിടെ പോയിട്ട് എന്തുകൊണ്ടാണ് ഇത് സെല്ല് ചെയ്യുന്നത്, വീഡിയോസ് എടുക്കുക. വൈകുന്നേരം വരിക, വൈകുന്നേരം വന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു വോയിസ് കൊടുക്കുക. ഞാൻ ഇന്ന് രാവിലെ ആക്ച്വലി കുറച്ച് മഴ കാരണം ഇറങ്ങാൻ ലേറ്റായി. മഴ ആയതുകൊണ്ട് ഐസ്ക്രീമിന് കച്ചവടം കുറവായിരിക്കും, എന്നാലും ഞാൻ ഈ സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് പോയി നോക്കാം നമുക്ക്. എന്നിട്ട് അവിടെ പോകുന്നു, അവിടെ പോയിട്ട് ആളുകൾ വരുന്നു, ഇന്ന് തിരക്ക് കുറവാണല്ലോ, എന്ത് ചെയ്യാൻ നോക്കാം, നമുക്ക് ഇവിടെ തന്നെ നിന്നാ കച്ചവടം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിട്ട് ഒരു 30 മുതൽ ഒരു 90 സെക്കൻഡിനുള്ളിൽ, ഒരു 60 സെക്കൻഡിനുള്ളിൽ കിട്ടുന്ന ഒരു വീഡിയോ, ഒരു ഷർട്ട് ആയിട്ടിട്ട് നീ ഡെയിലി ഇട്ടോക്ക്. ലോഞ്ച് ചെയ്തതിനു ശേഷം ചെയ്യാന്നുള്ള പ്ലാൻ. അല്ല, ലോഞ്ച് ചെയ്തിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി. അത് നല്ലത്. പ്രോക്രാസിനേഷൻ എന്ന് പറയും. ഞാൻ വേറെ പറഞ്ഞുതരാം. സിമ്പിൾ ഇത്രേ ഉള്ളൂ. താൻ ഇന്ന് മുതലിട്, നാളെ മുതലിട്. നീ ലോഞ്ച് കഴിച്ചൊന്നും നോക്കണ്ട, നാളെ മുതലിട്. തന്റെ പേരിലിട്, അഭിരാഗിന്റെ പേരിലിട്. മനസ്സിലായോ? അഭിരാഗിന്റെ പേരിൽ നിങ്ങൾ ബ്രാൻഡ് ഒന്നും നോക്കണ്ട. അതൊക്കെ നമുക്ക് പറ്റുന്ന അബദ്ധം. ഒരു 10-15 ദിവസം കഴിഞ്ഞാല് ആളുകൾ ഇങ്ങോട്ട് തെരഞ്ഞിട്ട് വരും, പ്രത്യേകിച്ച് കുട്ടികള്. അഭിരാഗേട്ടനല്ലേ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതല്ലേ എനിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറയും. അങ്ങനെ കച്ചവടം വന്നു കഴിഞ്ഞാൽ ഡെയിലി വന്ന കച്ചവടത്തിന് 5% എന്റെ അക്കൗണ്ടിൽ ഇടും. ഇത് ചെയ്യുന്ന ഒരാളുണ്ട്. അത് നിങ്ങൾക്ക് പറയാം. തിരുനെല്ലി ക്ഷേത്രം അറിയാലോ, വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിന്റെ മുന്നിൽ പായസം വെക്കുന്ന ഒരു പയ്യുണ്ട്, അവന്റെ പേര് ഞാൻ വിട്ടുപോയി. അവൻ ഡെയിലി ഇടും. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പായസം വെക്കുന്നവരെ കണ്ടിട്ടില്ലേ? പക്ഷെ ഈ ചെങ്ങായിയുടെ ഈ ആളുടെ പായസം ഉച്ചയ്ക്ക് മുന്നേ തീരും. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണ്? രാവിലത്തെ ടൈമായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. കാരണം ഈ എന്താ പറയാ, മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് രാവിലെ ഏറ്റവും കൂടുതൽ വരിക. അവരുടെ ഇതിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന 60% മുകളിൽ സെയിൽ നടക്കുന്നത് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇത് കണ്ടിട്ട് വരുന്നവരാണ്. ദിസ് ഇസ് കോൾഡ് പേഴ്സണൽ ബ്രാൻഡിങ്. എവിടെ വിജയുടെ? ദിസ് ഇസ് കോൾഡ് പേഴ്സണൽ ബ്രാൻഡിങ്. ഞാൻ പറയുന്നു, അഭിരാഗിന്റെ ഫുഡ് ട്രക്കിന്റെ പേരല്ല, അഭിരാഗിന്റെ പേരിൽ തുടങ്ങണം. ഇത് ഈ പണി ഞാൻ ചെയ്യുന്നതാണെന്നുള്ള അഭിമാനത്തോടെ ചെയ്യണം. എന്നിട്ട് ഐസ്ക്രീമിനെ കുറിച്ച്, ഓരോ ഐസ്ക്രീമിനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ വന്ന് വാങ്ങുന്ന ആളുകളെ കുറിച്ച് പറയണം, നിങ്ങൾ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് പറയണം. മൈ ഡേ ഇൻ ലൈഫ് എന്ന് പറയുന്ന പോലെ ചെയ്താൽ മതി. റിസൾട്ട് 100% ഉറപ്പ്. ഒരു 15 മുതൽ ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം നിങ്ങളുടെ 3 ഇരട്ടി ബിസിനസ് വരും, പക്ക. ഇനി അത് കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിക്കും. അപ്പൊ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടു. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പൊ ഇതാണ് ഇത്. മറ്റേ ടോപ്പിക് ഒക്കെ മാറിപ്പോയി, പക്ഷെ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യത്തിനെ കുറിച്ച് മനസ്സിലായോ? ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ? സമയം 10 മണി കഴിഞ്ഞല്ലേ? പറയും, ചോദ്യങ്ങളുണ്ടോ?
വരട്ടെ, ചോദ്യങ്ങൾ വരട്ടെ നീ. ശ്രീ സാർ, അതിനകത്തെ ഒരു 5 പോയിന്റ്സ് പറഞ്ഞില്ല, അത് നോട്ട് ചെയ്യാൻ ആ പറ്റാണ് ഈ കോംബോ ക്വസ്റ്റ്യൻസിന് മുമ്പുള്ളത്, അതൊന്ന് ഓക്കെ പറയാമോ? ഓക്കെ. അതെന്തിനാണ് ആ അഞ്ച് കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട് ആ സൊല്യൂഷൻ കൊടുക്കാൻ. അതിലത്തെ 5 കാര്യങ്ങൾ, ആദ്യത്തെ കാര്യം ഫാക്റ്റ് ആണ്. ഫാക്റ്റ്, ട്രൂത്ത്, സത്യം. ഓക്കെ, സത്യം എന്താന്നുള്ളത്, കാര്യം എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. രണ്ടാമത്തത് അഭിപ്രായമാണ്, ഒപ്പീനിയൻ. മേ ബി നമ്മുടെ തോട്ട് പ്രോസസ്സ്, അതൊക്കെ നമുക്ക് ഇതിൽ പറ്റും, ഒപ്പീനിയൻ ആണ്. മൂന്നാമത്തെ കാര്യം നീഡാണ്, കാരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവന് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തത് പ്രോബ്ലംസ്, അവന്റെ പ്രശ്നങ്ങൾ എന്താണ്, ചലഞ്ചസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അഞ്ചാമത്തത് ഫീലിങ്സ് ആണ്, അവന്റെ എന്താ പറയാ, ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, വികാരങ്ങൾ, എന്തൊക്കെ വികാരങ്ങളാണ് അവനുള്ളത്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 5 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും ഒരു കസ്റ്റമർക്ക്, അല്ലെ? അതിനാണ് ഈ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പോകോ, ഒന്നുകൂടി പറയാം. അത് ഈ 5 പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ടാണോ നമ്മൾ ഈ 4 ചോദ്യങ്ങൾ ചോദിക്കുന്നത്? യെസ് 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 യെസ്. ഈ 5 കാര്യങ്ങൾ കിട്ടിയാലാണ് അവന്റെ കസ്റ്റമറുടെ പെയിൻ അൺകവർ ആവും, റിവീൽ ആവും. അപ്പൊ അതിലാണ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്, ഓർഗനൈസേഷണൽ ക്വസ്റ്റ്യൻസ്, ഗോൾ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ്, ഒബ്സ്റ്റക്കിൾ ക്വസ്റ്റ്യൻസ്. ഈ 4 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റും. ബേസിക്കലി ഇത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചത്. അല്ലാണ്ട് ഞാൻ അഭിരാഗിനെ എന്താ പറയാ ചൊറിയാൻ വേണ്ടി ചോദിച്ചതല്ല. ബേസിക്കലി അഭിരാഗിന് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും കൊടുക്കാം. എന്നാൽ ആളുകൾക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവണം. അതിനാണ് ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചത്. ഞാൻ അതിലെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? പിന്നെ എന്റെ മുന്നിൽ ഒരാളെ കിട്ടിയപ്പോൾ ഞാൻ ഒരു സൊല്യൂഷൻ കൊടുക്കേണ്ട എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതുകൊണ്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ആ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആരെന്റെ മുന്നിൽ വീഡിയോ ഓൺ ആക്കിയിട്ട് മറ്റേ വോയിസ് ഓപ്പൺ ആയി വന്നാൽ ഞാൻ കൊടുത്തു സൊല്യൂഷൻ തന്നിരിക്കും. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ സൊല്യൂഷൻ തന്നിരിക്കും. ഇനി അഥവാ എനിക്ക് അറിയാത്തതാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാവും ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. കാരണം എനിക്കത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ ബിസിനസ് ഇതാണ്, എന്റെ പണി അതാണ്. ശരിയാണോ? യെസ്. ഇപ്പോ 8 ദിവസം കഴിഞ്ഞ്, 8 9ാമത്തെ, എത്രാമത്തെ ദിവസം? 9ാമത്തെ അല്ലെ? 9 ദിവസം കഴിയുമ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും തങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുമെന്ന് തോന്നലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്ന് പറയൂ. എനിബഡി? എനിക്ക് അറിയാനാ. കാരണം മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ പറയുമല്ലോ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് കാണാന്ന് പറയുമല്ലോ. അതെന്തിനാ? അതിന് വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാനാ. അപ്പൊ മാറ്റമില്ലെങ്കിൽ നമുക്ക് മരുന്ന് മാറ്റി തരണല്ലോ. അതുകൊണ്ടാ. രീതി മാറ്റണോ അല്ല, എനിക്ക് രീതികൾ മാറ്റാൻ അറിയാട്ടോ. ക്ലാസിന്റെ പറഞ്ഞോ. ഡെഫിനറ്റ്ലി ഒരുപാട് പോയിന്റ്സുകൾ, സാറ് പറയുന്ന പോയിന്റ്സുകൾ നമ്മൾ കസ്റ്റമറെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോയിന്റ്സുകൾ സാറിന്റെ സംസാരത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ടുകൾ കിട്ടുക. ഏതായാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോയിന്റ്സുകൾ സാറിന്റെ സംസാരത്തിൽ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഇംപ്ലിമെന്റ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ പഠിച്ച പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ഇംപ്ലിമെന്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. സൊല്യൂഷൻ വരും. ഞാൻ ഇതുപോലെ പഠിച്ച ആളാണ്. ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഒരു സ്റ്റൈൽ പറയാം. കോവിഡിന് മുന്നും കോവിഡിന് ശേഷവും എന്ന് പറയുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അതിൽ കോവിഡിന് വരെ ഞാൻ ജോലിക്കാരനായിരുന്നു. ബേസിക്കലി ഇടയ്ക്ക് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി 8 നിലയിൽ പൊട്ടി, ഇടയ്ക്ക് പ്രളയത്തിൽ വെച്ച് ഒഴുകിപ്പോയി, അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ കോവിഡില് സ്വാഭാവികമായിട്ടും നമ്മുടെ ബിസിനസ് മീൻസ് നമ്മുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിന്ന് പോകേണ്ടി വന്ന അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ സംബന്ധിച്ചോളം എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിതുവരെ പഠിച്ചത് എനിക്ക് എല്ലാം അറിയാം. ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലായിരുന്നു ഫുള്ള്. മാർക്കറ്റിംഗ് സെയിൽസ് ഒക്കെ എനിക്ക് ഒരുപാട് അറിയാം. ആളുകളൊക്കെ ഞാൻ ഈസി ആയിട്ട് ഡീൽ ചെയ്യുന്നൊക്കെ വിചാരിച്ച സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അതുവരെയുള്ള ഗ്ലാസ്സിനെ ഞാൻ കമഴ്ത്തി വെച്ച് വെള്ളം മുഴുവൻ ഒഴുക്കി കളഞ്ഞു. അതുവരെയുള്ള നോളേജ് മൊത്തത്തിൽ ഞാൻ കളഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ 5 വർഷം ഞാൻ ഇരുന്ന് പഠിച്ച് ഡെയിലി അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും രാവിലെ ഞാൻ ചെയ്യും, വർക്കൗട്ട് ചെയ്ത് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യും. ഇത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഒരു ദിവസം ഒരു 1-2 കാര്യങ്ങളെങ്കിലും പഠിക്കുക എന്നുള്ളത് എൻ്റെ ഇമ്പോർട്ടൻസ്. അതിന് പല വഴികളുണ്ട്. അത് ബുക്ക് വായിക്കലുണ്ട്, നമ്മൾ പല മെന്റേഴ്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് ബിസിനസ് നടത്തുന്നവരോട് സംസാരിക്കാറുണ്ട്. ഡെയിലി ഓരോ ബിസിനസ്സുകാരോടൊക്കെ നമ്മൾ വിളിച്ച് സംസാരിക്കും. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ. ഇപ്പൊ ഇന്നും 1-1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി സംസാരിക്കുന്നത് മുഴുവൻ ബിസിനസ്സുകാരോടാണ്. എൻ്റെ ഭാര്യയോടടക്കം അല്ലെങ്കിൽ കുടുംബക്കാരോടടക്കം ഞാൻ സംസാരിക്കുന്നത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം. ഫോൺ ചെയ്യുക, സംസാരിക്കുക, വെക്കുക. കാര്യങ്ങളൊക്കെ ഉഷാറില്ലേ, കുഴപ്പമില്ല, ഓക്കെ. എൻ്റെ അമ്മയൊക്കെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും വിളിച്ചിട്ട് സുഖല്ലേ എന്ന് ചോദിക്കാറൊന്നുമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നെ വിളിക്കും.
അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കൊന്ന് വിളിച്ച് സംസാരിക്കും, കാര്യങ്ങളൊക്കെ അറിയും. പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ പണ്ട് ഞാൻ നാട്ടിലെ അമ്പലത്തിലെ കമ്മിറ്റിയിലും മറ്റുള്ള പറഞ്ഞ രാഷ്ട്രീയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ലാത്ത രീതിയിൽ ബിസിനസ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി ബേസിക്കലി. അതോട് കൂടിയിട്ടാണ് നമുക്ക് കുറെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ബിസിനസ്സുകാരന് വേണ്ട ഒരു സാധനം ആറ്റിറ്റ്യൂഡാണ്, പിന്നെ കമ്മിറ്റ്മെന്റാണ്. ഇത് രണ്ടും ഉണ്ടായപ്പോഴാണ് കച്ചവടം നടക്കാൻ തുടങ്ങിയത്. പലർക്കും എന്താ പ്രശ്നം ചോദിച്ചാൽ ഞാൻ പ്രത്യേകിച്ച് പറയാം, മലബാർ സൈഡിലുള്ള ആൾക്കാർ, ഞാനൊരു മലബാറുകാരനാണ് ബേസിക്കലി. മലബാർ സൈഡിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഇവിടെ പൊട്ടുന്നത്. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് കാശുണ്ടായിട്ട് വരും, ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങും, അത് 8 നിലയിൽ 16 നിലയിലൊക്കെ പൊട്ടും. കുറെ ഇൻവെസ്റ്റ് ചെയ്ത് കാശ് പോകുന്നത്, ലക്ഷങ്ങൾ കോടികളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തു പോകുന്നവരുണ്ട്. ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തുടങ്ങുന്നത് ഒരു ഇമോഷന്റെ പുറത്താണ്. ഇപ്പൊ അർഷാദ് പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ 4 കൂട്ടുകാർ ചേർന്നിട്ട് തുടങ്ങും. എന്താ തുടങ്ങണമെന്ന് അറിയില്ല. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുത്തരം ലക്ഷ്യം ഉണ്ടാവും, എന്താ അറിയോ, അവന്റെ ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കാശ് ഉണ്ടാവും, ആ കാശ് കിട്ടാൻ വേണ്ടി അവർ നമ്മളെ കൂട്ടുപിടിച്ച് അവനെ നടത്തും. നമുക്ക് ഈ എന്താ ഐഡിയ എന്ന് അറിയില്ല, അവസാനം അവൻ നടത്തും, നമ്മള് മറ്റേ തമിഴിലെ മുഖം, അത്രേ പറയാനുള്ളൂ. മറ്റേ 3G ഓക്കെ. അതുപോലെ പല പല ബിസിനസ്സുകൾ പൊട്ടുന്നു. രണ്ടാമത്തെ കാര്യം, ആദ്യം നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ നാട്ടിലൊരു ബിസിനസ് ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ അളിയനെ അല്ലെങ്കിൽ അനിയനെ അല്ലെങ്കിൽ മൂത്താപ്പയുടെ മകനെ അല്ലെങ്കിൽ വേറെ ആളെ മകനെ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ വെക്കും. ഇവരിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. നമ്മുടെ ഐഡിയയാണ് കച്ചവടം, അവനിതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല, അവനൊരു വിഷനും ഉണ്ടാവില്ല. അവൻ എന്ത് ചെയ്യും, അതിനെ മറ്റേ പൊട്ടിച്ചേരും. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ, ഇമോഷണൽ ആയതുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മലബാർ സൈഡിലുണ്ട്. ഞാൻ മറ്റേ അങ്ങോട്ട് സൗത്ത് ട്രിവാൻഡ്രത്തേക്കുള്ള ഒരു തിരുവിതാംകൂറുകാർ നല്ലവരാണ് അല്ലെങ്കിൽ എല്ലാം നടക്കുന്നുണ്ടെന്നല്ല പറയുന്നത്, അവിടെ ഉണ്ട്. പക്ഷെ ബേസിക്കലി ബിസിനസ് പൊളിയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇമോഷൻസ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എടുക്കണം വിത്തൗട്ട് ഇമോഷൻ. അതിൽ ഏറ്റവും പ്രധാനം എന്താ അറിയോ, നോ പറയണം. നോൺ ഇമോഷണലായിട്ട് നോ പറയണം, ഒരു വികാരം ഇല്ലാണ്ട് നോ പറയണം. അതിൽ ഞാൻ എടുത്ത 2-3 തീരുമാനങ്ങളിൽ ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫങ്ഷൻസിനൊന്നും ഞാൻ പോവാറില്ല. ഫങ്ഷൻസിന് പോകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, കുടുംബത്തിലെ കല്യാണത്തിന് പോവാന്ന് വെച്ചോ, ഓക്കെ, കുടുംബത്തിലെ കല്യാണത്തിന് പോയാൽ അവിടെ ഒരിക്കലും ലോജിക്കലായിട്ടുള്ള ഒരു ചർച്ചയും നടക്കുമോ? ഒന്നില്ലെങ്കിൽ നമ്മളെ 4 കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മളിരുന്ന 4 ആളെ കുറ്റം പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം സങ്കടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിന് പോകുന്ന സമയം, നമുക്ക് വലുത് സമയമാണ്. നമ്മൾ സമയത്തിന് ചാർജ് ചെയ്യുന്നത്. ഇപ്പൊ നാളെ രാവിലെ എനിക്ക് 10 മണി മുതൽ 12:30 വരെ എനിക്ക് ട്രെയിനിങ് ഉണ്ട്, ഞാൻ നല്ല എമൗണ്ട് ചാർജ് ചെയ്യുന്നു. എനിക്ക് ആ കാശ് ടൈമിന് പൈസ ഉണ്ട്. അത് 12:30 എന്നുള്ള 1 ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാശ് കൂടിട്ടോന്ന്. അപ്പൊ അവരുടെ ആവശ്യം 2.5 മണിക്കൂർ കൊണ്ട് നിർത്തല്. ഞാൻ കൊടുക്കിട്ടോ, ഞാൻ 2.5-3 മണിക്കൂറൊക്കെ കൊടുക്കും. പക്ഷെ പറയുമ്പോൾ നമ്മൾ കട്ടിക്ക് പറയും. പിന്നെ എനിക്ക് കണ്ണിച്ചോരല്ലാത്ത ഒരു പാർട്ട്ണർ എൻ്റെ ഒപ്പം ഉണ്ടാവുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് എങ്ങനെയെങ്കിലും കാശ് വെക്കാൻ മടിയൊന്നുമില്ല അവിടെ. മനസ്സിലായോ? യെസ്. അപ്പോ 10:15. എത്ര പേര് അടുത്ത ലെവലിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു? ഒന്ന് യെസ് ഇട്ടെ, എന്ന് അറിയട്ടെ. വല്ല 9 യെസ്. അടുത്ത ലെവലിൽ എനിക്ക് ബിസിനസ് പോകണമെന്ന് തീരുമാനിച്ചവര് ഒന്ന് യെസ് ഇട്ടെ. സൂരജ്, നീ പാവൻ ഇഷാമൊന്നും പറയണ്ട. നിന്റെ അടുത്തുനിന്ന് കയ്യിൽ കാശില്ലാത്തപ്പോ നിന്റെ അടുത്തുനിന്നും കാശ് മേടിച്ചില്ല, അതന്നെയാണ്. യെസ് 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 യെസ്. അതെ, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ബോധ്യപ്പെടുത്തണല്ലോ നമുക്ക്. യെസ്. ഒരുപാട് സന്തോഷം, ഒരുപാട് യെസ്സുകൾ വരുന്നുണ്ട്, ഒരുപാട് സന്തോഷം. എല്ലാ ദിവസവും ക്ലാസ്സിൽ വരാൻ നോക്കുക. നമ്മൾ ഈ 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് മാറേണ്ടതെന്നുള്ളത്. നിർബന്ധമായിട്ടും ഐഡിയ ഉണ്ടാവണം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. പരീക്ഷയ്ക്ക് തലേദിവസം പഠിച്ചിട്ട് നമ്മൾ പരീക്ഷ എഴുതുന്ന പോലെ അല്ല ഇത് പ്യുവർലി എക്സിക്യൂട്ടബിൾ ആണ്. എക്സിക്യൂട്ട് ചെയ്യണം. ചെയ്യാത്തടത്തോളം കാലം നിങ്ങളുടെ ബിസിനസ്സിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ നോൺ ഇമോഷണൽ ആവണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കും ഞാൻ ഭയങ്കര ക്രൂരനാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില സമയത്ത് നമ്മൾ പറയേണ്ടത് നമ്മൾ പറയുന്നത്. യെസ്. എനി മോർ ക്വസ്റ്റ്യൻസ് പ്ലീസ്? ഉറപ്പായിട്ടും മുനീർ ചോദിച്ചോളൂ. എൻ്റെ പേര് മുനീറാണ്, ഞാൻ മലപ്പുറത്താണ്. ഞാൻ കോൾഡ് സ്റ്റോറേജ് ബിസിനസ് ഉണ്ട്, അഭിരാജിനൊക്കെ ആവശ്യമുള്ളതാണ്. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയാണ്. കോൾഡ് സ്റ്റോറേജ് ബിസിനസ് ആണ്.
ഞാന് ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് സാർ ഇതില് നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴേ ആവശ്യം അത്യാവശ്യം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാല് ഡോക്ടർ പറയണത് നിങ്ങൾക്ക് ഒരു ഒരു സർജറി 5 ഗ്രാം ചെയ്യണം, നിങ്ങൾക്ക് അറ്റാക്ക് നമ്മൾ 2 ലക്ഷം 3 ലക്ഷം നമ്മൾ ആ സ്പോട്ടിൽ എടുക്കും. ഞാൻ വല്ല ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് ഒരു മുട്ടിനൊരു ഓപ്പറേഷൻ വേണ്ടി നമ്മളത് പോസ്റ്റ്പോൺ ചെയ്യും. അത് ചിലപ്പോൾ 25,000 വരുള്ളൂ. നമ്മളൊരു അത് ഞാൻ ചെയ്യാൻ എനിക്ക് നാളെ ബോംബെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡൽഹി പോകുന്നുണ്ട്, 2 ദിവസം ബിസി ഞാൻ സാറിന്റെ അടുത്ത് വരാന്ന് പറഞ്ഞാൽ നമ്മൾ പോരും. നേരെ കുറച്ച് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ 3 ലക്ഷം നമ്മൾ ആ സ്പോട്ടിൽ ചെലവാക്കും. അപ്പൊ അങ്ങനത്തെ ബിസിനസ് ഉണ്ടല്ലോ, ഉണ്ട് അങ്ങനത്തെ പ്രൊഡക്റ്റും ഉണ്ടല്ലോ. ഉണ്ട്, ഒരു സംശയമില്ല. പക്ഷെ ആ ഡോക്ടറെ മോശക്കാരൻ, ഡോക്ടർക്ക് സെയിൽസ് അറിയില്ല, അത്രേ ഉള്ളൂ. ഞാനാണ് ആ ഡോക്ടർ എന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് അന്ന് വൈകുന്നേരം മുട്ട് മാറ്റി വെപ്പിച്ചിട്ടുണ്ടാവും. അല്ല നമ്മളെന്തായാലും നമ്മള് റിജക്ട് നമ്മള് സാറേ പോകണ്ട്, ഞാൻ അവിടെ പോകണ്ട്, വീട്ടിൽ ആളില്ല, അല്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് എന്തായാലും ഒഴിവായി കൊടുക്കുന്നു. നേരെ മാറും മറിച്ച് മാറും മാറും. എമർജൻസി നമുക്ക് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ എന്തായാലും ആ കാശ് എടുത്തിട്ട് ആ സർജറിയോട് ചെയ്യുകയും ചെയ്യും. അതേപോലെ നമ്മളെ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മളെ കസ്റ്റമർ അതേപോലെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം പറ്റേ, നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തും ആയിക്കോട്ടെ, ഡോക്ടർ എങ്ങനെയെന്നുള്ളതാണ് തീരുമാനം അവിടെ. ഡോക്ടർ അതിന് കൃത്യമായിട്ട് ഡോക്ടർക്ക് കാശ് മേടിക്കണം എന്നുള്ള ആളാണെങ്കിൽ അയാൾ പറയുന്ന രീതി അതായിരിക്കില്ല, അല്ലേ? ഉദാഹരണമായിട്ട് പണ്ട് കാലത്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പണ്ട് നമ്മൾ കാല് ഉളുക്കും. പണ്ട് മുനീറെ കുറച്ച് ഒരു 90s കിഡ്സാ തോന്നുന്നു, അല്ലെങ്കിൽ 80s കിഡ്സാന്ന് വെക്കണം. പണ്ട് കാലത്ത് ഉളുക്കും. ഉളുക്കി കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക, അടുത്ത വീട്ടിലെ ഏതെങ്കിലും ചേട്ടനെയും കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഈ ഇരട്ട പെറ്റ ആളുകൾ എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലൊക്കെ കൊണ്ട് നമ്മൾ കാലൊന്ന് എണ്ണ ഇട്ടിട്ട് ഒഴിയിപ്പിക്കും. ആണോ? അതെ അതെ, അതെ. അപ്പോഴും എന്നിട്ട് ഉണ്ട്. നിങ്ങൾ അല്ല ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നിട്ട് നമ്മൾ 2-3 ദിവസം കാശിലില്ലാത്ത പരിപാടി 2-3 ദിവസം എണ്ണ ഒഴിച്ചിട്ട് അവസാനം അത് ശരിയാവും 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ. ഇന്ന് നിങ്ങൾ ഉളുക്കണ കഥ കേട്ടിട്ടുണ്ടോ? ഉളുക്കി കഴിഞ്ഞാൽ ചിലയിടത്തുണ്ടാവും, നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവുമെങ്കിലും ഇപ്പൊ എന്താ ചെയ്യുക, കാലുളുക്കി നീരെടുത്ത് അപ്പൊ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടർ പോയ ഡോക്ടർ ആദ്യം പറയുന്നത് ഒരു ഹെയർ സ്ക്രാച്ച് ഉണ്ടെന്ന് പറയും. എന്താ അത്? ഹെയർ സ്ക്രാച്ച്, തലമുടി വലുപ്പത്തിൽ ഒരു സ്ക്രാച്ച് ഉണ്ടെന്ന് പറയും. എന്നിട്ട് കാലില് മറ്റേ സാധനം ഇട്ട് തരും. അപ്പൊ തന്നെ ഇടാറുണ്ടല്ലോ, അല്ലെ? പണ്ടത്തെ ഉളുക്കിനെ ഈ ഹെയർ സ്ക്രാച്ച് എന്ന് പറയണത്, പണ്ടത്തെ ഉളുക്കിനെ പറയണത്. അതിപ്പോ കാലൊന്നും ഉളുക്കി കഴിഞ്ഞാൽ ഹെയർ സ്ക്രാച്ച് ഉണ്ടാവും. പണ്ട് അത് 2 ദിവസം കഴിഞ്ഞാൽ അത് തീരും. നമുക്കതാ പറ്റുന്നത്. അത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും, അത്രേ ഉള്ളൂ. ആ വേദനയൊക്കെ ഒന്ന് പോവും, നീരൊക്കെ ഒന്ന് ഇറങ്ങും. അതിന് അവർ ഹെയർ സ്ക്രാച്ച് പറഞ്ഞാൽ അവർ കാശാക്കും. നമ്മുടെ ഉള്ളിലെ തോന്നിപ്പിക്കുകയാണ്. ഏതെങ്കിലും ഡോക്ടർ മറ്റേ ഉളുക്കിയിട്ട് കാലുളുക്കിയിട്ട് ഹെയർ സ്ക്രാച്ച് ഇല്ല എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടോ? നിങ്ങൾ അടുത്ത കാലത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ എക്സ്റേ എടുപ്പിക്കും, അല്ലെ? എക്സ്റേ എടുപ്പിക്കും, അപ്പൊ തന്നെ കാശാക്കും. അവര് കാശാക്കും. അത് സെയിൽസ്, അത് പ്യുവർ നമ്മളെ തീരുമാനിക്കണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. ഞാൻ പറഞ്ഞപ്പോ താങ്കളുടെ കോൾഡ് സ്റ്റോറേജിന്റെ അഭിരാഗിന്റെ അടുത്ത് വരാം, അഭിരാഗത്തിന്റെ നൈസായിട്ട് പിച്ച് ചെയ്തില്ലേ നിങ്ങള്? ബേസിക്കലി എല്ലാവരും അറിഞ്ഞു കോൾഡ് സ്റ്റോറേജ് ആണെന്ന് അറിഞ്ഞു. ഇവിടെ നിഷ എഴുതിയിരിക്കുന്നു, ഒരു ചെവിക്ക് 25,000 പോയിന്ന്. നിഷയുടെ ചെവിക്ക് ഒരു വേദന വന്നിട്ട് നാട്ടിൽ പോയതാ. 25,000 റുപ്യ പോയി, കണ്ണിന്റെ മുന്നിൽ കൂടെ പോയത്. കാരണം ഇന്ന് രാവിലെ എന്നെ ഡോക്ടറെ അടുത്ത് ഇരുന്നിട്ട് വിളിക്കും, അതേ ചെവിക്കൊരു ഹോൾ ഉണ്ടെന്നാ പറയണത്, എന്തപ്പോ ചെയ്യ കാശ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം ചികിത്സക്ക് പൈസ പിന്നല്ലേ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അവസാനം മറ്റേ പൈസയൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു ഹോളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ടെൻഷനിലായിരുന്നു. പിന്നെ മരിക്കുമെന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചത്. മറ്റേ അടുത്ത ഡയലോഗ് താൻ പറഞ്ഞത് ഞാൻ കേട്ടില്ലെങ്കിലോ എന്നായിരുന്നു ഡയലോഗ്. ചെവി പോയാലേ, മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, നമ്മൾ അർജൻസി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ താങ്കൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന ഇപ്പൊ അഭിരാഗ് മറ്റേ ഐസിന്റെ മറ്റേ ഇത് വായിക്കുന്നത് ഇപ്പൊ പറയാൻ പറ്റും. ഇപ്പൊ മഴക്കാലാണ്, ഇപ്പൊ കോൾഡ് സ്റ്റോറേജിനൊക്കെ റേറ്റ് കുറവാണ്. ഇനിയിപ്പോ വേനൽക്കാലത്തേക്ക് ആകുമ്പോൾ റേറ്റ് കൂടുട്ടോ, വേണേ ഇപ്പൊ വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞാൽ അർജൻസി അവിടെ ക്രിയേറ്റ് ആയി. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഏസിന്റെ വില ഇപ്പോഴല്ലേ വാങ്ങാൻ നല്ലത്, മഴക്കാലത്ത് വില കുറവാ, കാരണം കച്ചവടം കുറവായിരിക്കും. ഈ ടെക്നിക്കൊക്കെ പ്രയോഗിച്ചാൽ മതി, നടക്കും. പണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോ ഓർമ്മ ഉണ്ടോ? സാറ് വിറ്റ് തന്ന ബാക്കി ഞാൻ ചെയ്തു തരാന്നുള്ളത്. 21 ദിവസം അറ്റൻഡ് ചെയ്താൽ മതി, വിറ്റ് തരാം. ചാറ്റ് ഒന്ന് നോക്ക്, കാണാം. നമ്മൾ ആദ്യമായിട്ടാ കാണുന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. മെസ്സേജ് തള്ളല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ ചാറ്റിന്റെ അവസാനം വരെ ഒന്ന് പോയി നോക്കാം, ആദ്യം തൊട്ടിട്ട്. ആദ്യമായിട്ടല്ല ലീഡ് ഇടുന്നത് എനിക്ക്. അതിൽ ചാറ്റ് നമ്മൾ തമ്മിൽ സംഭാഷണം നടന്നിട്ടുണ്ട് മെസ്സേജില്. ഓ എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ കസ്റ്റമർ എനിക്ക് നന്നായിട്ട് അറിയാം. വൺസ് എന്നോട് മെസ്സേജ്, ഞാൻ കോൾഡ് സ്റ്റോറേജ് പറഞ്ഞിട്ടാ സേവ് ചെയ്തിരിക്കണത്, വേറെ അറിയില്ലായിരുന്നു. യെസ്, അല്ല ഞാൻ അങ്ങനെ കേട്ടോ. എന്റെ എല്ലാ കസ്റ്റമറും ഓൾമോസ്റ്റ് എന്റെ മുന്നിൽ വന്ന് വീഡിയോ ഓണാക്കിയ ആളുകളൊക്കെ ഞാൻ ഓർത്ത് വെക്കും. പിന്നെ ചാറ്റ് ചെയ്ത ആളുകള്,
യെസ്. വേറെന്തെങ്കിലും അഭിരാഗ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എത്ര ദിവസമായി ക്ലാസ് അറ്റൻഡ് ഇന്നലെ തൊട്ട് തുടങ്ങിയേ? അല്ല ഇന്നലെ അല്ല, ഇപ്പൊ 4 ദിവസമായി. ഫസ്റ്റ് എങ്ങനെയുണ്ട്? കിട്ടിയില്ലായിരുന്നു. ഓ സർ എങ്ങനെയുണ്ട്? ഷുവർ നല്ല അറിവ് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ടോപ്പിക്കുകൾ എനിക്ക് സാർ ഇന്നലെ പറഞ്ഞില്ലേ, ഈ KRI KRI സിസ്റ്റം റിലേറ്റഡ് കാര്യങ്ങൾ, അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. സാറെ കണക്ട് ചെയ്യാൻ വെച്ചാൽ വരുന്നുണ്ട്, അതിനെ കുറിച്ച് വരുന്നുണ്ട്. അത് നമുക്ക് ഓക്കെ. ടീമിന്റെ കാര്യത്തിൽ വരും, ടീം HR ലീഡിംഗ്. ക്ലാസ് തുടങ്ങുമ്പോൾ വരും. ഓക്കെ ഓക്കെ സാർ. യെസ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ പറയൂ, നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിട്. എനിക്കൊരു കാര്യം കൂടി പറയണ്ട, നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്നും കൂടെ ആക്റ്റീവ് ആവുന്നത് നിങ്ങൾക്ക് പരസ്പരം ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും എനിക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. ഓക്കെ, നല്ല രസമല്ലേ എന്തൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കൂടി കണക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്നെ പുകഴ്ത്തൽ മാത്രമല്ല, എനിക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഉന്നയിക്കാൻ ഒരു മടിയും മടിക്കണ്ട കേട്ടോ. നല്ലത് മോശമാണെന്നുണ്ടെങ്കിൽ മോശമാണെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, നെഞ്ചോട് ചേർത്ത് ഞാൻ പിടിക്കും. പക്ഷെ അതിന് ഉത്തരം തന്നിട്ടേ ഞാൻ പിടിക്കുള്ളൂ. കസ്റ്റമർ റിട്ടൻഷൻ. ഓക്കെ, വിനോദ് തരാം. കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറയുന്നത് നമുക്ക് 5 ടൈപ്പ് കസ്റ്റമറെ കുറിച്ച് നമുക്ക് നോക്കാം, നമുക്ക് സംസാരിക്കാം. കസ്റ്റമർ റിട്ടൻഷൻ. യെസ്. വേറെ എന്തെങ്കിലും? ബാവ വേറെ ഒന്നുമില്ലല്ലോ? അവസാനം പോകുമ്പോഴേ മറ്റേ വീഡിയോ കണക്കുള്ളൂ. യെസ്. എംപ്ലോയി മാനേജ്മെന്റ് അത് വരുന്നുണ്ട് ഹരിദാസ്. എംപ്ലോയ്മെന്റ്, നല്ല ആറ്റിറ്റ്യൂഡുള്ള ആളുകളെ നമ്മുടെ ജോലി ചെയ്യാൻ കിട്ടാൻ എന്ത് ചെയ്യണം? ഓക്കെ, അത് നമുക്ക് സെറ്റാക്കാം. എങ്ങനെ ആളുകളെ സെലക്ട് ചെയ്യാം എന്നുള്ളത് അതിനൊരു ക്ലാസ് ഉണ്ട്. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഏതൊക്കെ ജോലിക്കാണ് പറ്റുക എന്നുള്ള രീതിയിലേക്കുള്ള ക്ലാസ് ഉണ്ട്, അത് ഞാൻ എടുക്കാം, ഒരു ദിവസം എടുക്കാം. പിന്നെന്താ വേണ്ടേ? കസ്റ്റമർ റിട്ടൻഷൻ. യെസ്, നമുക്ക് സെറ്റാക്കാം. അപ്പൊ 1, 2, 3 അഭിരാഗുമായിട്ട് സംസാരിച്ച ടൈമില് സാർ LLB കുറിച്ച് സംസാരിച്ചല്ലോ. അഭിരാഗുമായിട്ട് സംസാരിച്ച ടൈമില് സാർ ഒരു LLB എന്നതിനെ കുറിച്ച് സംസാരിച്ചല്ലോ. LLP ആണോ? LLP എന്താണ് സംഭവം? അത് നമ്മുടെ ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡും LLP കമ്പനിയും കേട്ടിട്ടില്ലേ? പ്രൈവറ്റ് ലിമിറ്റഡ്, ലിമിറ്റഡ് ലയബിലിറ്റി. 4 ടൈപ്പ് കമ്പനികളുണ്ട്. 4 അല്ല 5 ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ്, അത് കേട്ടിട്ടുണ്ടാവല്ലോ. പിന്നെ LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്. സാക്കിർജി വന്നു. എവിടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP. എന്റെ ഏറ്റവും പ്രായം കൂടിയ സ്റ്റുഡന്റ് ആട്ടോ വന്ന് വർത്താനം പറഞ്ഞത്. ഓക്കെ, പിന്നെ 1 പേഴ്സൺ കമ്പനി ഉണ്ട് ഇപ്പോ, OPC. പിന്നെന്താ പറഞ്ഞ ഒരു ടോപ്പിക് കൂടി കണ്ടല്ലോ, എന്തായിരുന്നത്? ബിസിനസ് എക്സ്പാൻഷൻ വേറെ ടോപ്പിക് ആണോ സാർ? അത് വേറെ. ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് എക്സ്പാൻഷൻ കൊടുത്ത് നമുക്ക് സ്കെയിലബിൾ ആയിട്ടുള്ള സംഭവത്തിനെ കുറിച്ച് സംസാരിക്കാൻ കുഴപ്പമില്ല, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് യൂഷ്വലി 5 കാര്യങ്ങളാണ് നമുക്ക് സ്കെയിലബിൾ ആയിട്ട് എക്സ്പാൻഷൻസിന് വരുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ കമ്പനി പ്രോഫിറ്റബിൾ ആവണം, സ്കെയിലബിൾ ആവണം, സ്കെയിലബിലിറ്റി എന്ന് പറയും. മൂന്നാമത്തത് കോമ്പറ്റേഷൻ, ലെസ് കോമ്പറ്റേഷൻ ആവും. നമ്മൾ അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്, ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉണ്ട്. നാലാമത് നമ്മുടെ കമ്പനി നല്ല ടീം വേണം, നല്ല ടീമായിട്ടുള്ള വേണം. അഞ്ചാമത് നമ്മുടെ കമ്പനിക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വേണം, ഇന്നോവേറ്റീവ് മെത്തേഡ്സ് വേണം. അങ്ങനെയാണ് നമ്മുടെ കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക. ഇതിനെയാണ് നമ്മൾ സിസ്റ്റമൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഇപ്പൊ ഞങ്ങൾക്ക് രാവിലെ മോർണിംഗ് ക്ലാസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, യെസ്. വേറെന്താ? എന്നാ ആയിക്കോട്ടെ. ഒരു കാര്യം പറയട്ടെ, രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ സുഖമില്ലാണ്ട് കിടപ്പായിരുന്നു ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ എൻ്റെ അസുഖമൊക്കെ ഭേദമായി. ഇത് അങ്ങനെയാ ചില സമയത്ത്. ഞാൻ തമാശക്ക് പറയാറുണ്ട്, 95 കിലോ ഉണ്ട് ഞാൻ വെയിറ്റ്. ഒരു ക്യൂല് നിൽക്കാൻ 10 മിനിറ്റ് എന്നെ കൊണ്ട് പറ്റില്ല. പക്ഷെ 8 മണിക്കൂറോ 10 മണിക്കൂറോ ക്ലാസ് എടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സോ അവർ പാഷൻ എവരിത്തിങ്, നമ്മുടെ പാഷനാണ് അത് ശരിക്കും പുറത്തേക്ക് വന്നു കഴിഞ്ഞാണ്ടല്ലോ
ഇഫ് യുവർ പാഷൻ ഈസ് യുവർ പ്രൊഫഷൻ, പിന്നെ ഒരാൾക്ക് നിങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ക്ലിയർ? നാളെ നമുക്ക് എന്ത് സംസാരിക്കണം? നാളെ പ്രസന്റേഷനെ കുറിച്ച് സംസാരിക്കാം. ടോപ്പിക് എങ്ങനെ നമുക്ക് സെയിൽസ് പ്രസന്റേഷൻ എടുക്കണം എന്ന് സംസാരിക്കാം. പോരെ? കുഴപ്പമില്ലല്ലോ. ഗ്രൂപ്പിൽ നല്ല അഭിപ്രായങ്ങളും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കിട്ടിയ പോയിന്റുകൾ ഇടുക. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ 300ഓളം 350ഓളം ആളുകളുണ്ട്. അതിൽ നിന്നാണ് ഈ 10-40 കുറച്ച് ആൾക്കാരൊക്കെ വരുന്നത്. അവരൊക്കെ ബിസിനസ്സുകാരാണ്. ഇവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇവരൊക്കെ ആവശ്യമുള്ളവരാ. ആക്ച്വലി ബേസിക്കലി ഇവരൊക്കെ ഫ്രീ ആയിട്ട് ട്രെയിനിങ് വേണമെന്ന് വന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് തരാം. മടി പിടിച്ചിട്ട് സിനിമ കണ്ട് കിടക്കുന്നവർ, മഴ ആസ്വദിച്ച് കിടക്കുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് ഉണർത്തി കൊണ്ടുവരാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. ഞാൻ പറയുമ്പോൾ അത് കച്ചവടത്തിനും കാശിനും വേണ്ടിയിട്ടാവും. നിങ്ങൾ പറയുമ്പോൾ അതായിരിക്കില്ല. അപ്പോൾ തുറന്ന് പറയുക, ആളുകളെ കൊണ്ടുവരിക, സെറ്റാക്കാം. ഓക്കെ, അതുവരേക്കും നാളെ വരേക്കും ഗുഡ് നൈറ്റ്.